പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പൂർണ്ണമായി ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ഈ ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇതുവരെ കേട്ടതും നമ്മൾ അനുഭവിച്ചറിഞ്ഞതും നമ്മളിലേക്ക് ദൈവം ചൊരിഞ്ഞതുമായ എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പുതിയൊരു തലം സ്വീകരിക്കാൻ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശ്രമിക്കാം. നമ്മൾ എന്തായിരിക്കുന്നുവോ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇറങ്ങി വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും വെറുത്തുപേക്ഷിക്കാൻ ഒരു തീരുമാനമെടുക്കാം. ഈശോ തൊട്ടിട്ടുണ്ട് നമ്മളെ. കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവ് നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവൻ്റെ അഭിഷേകത്തെ നമ്മൾ നിറച്ചിട്ടുണ്ട്. തിരിച്ചുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ ചെല്ലുന്നിടവും നമ്മളായിരിക്കുന്ന അവസ്ഥകളെല്ലാം നമ്മളിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയം ഈശോയിലേക്ക് പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുത്തേ. എല്ലാ അവസ്ഥകളും ഈശോയിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വലിയൊരു മാധ്യസ്ഥവും വിശുദ്ധ മിഖായേലിൻ്റെ സംരക്ഷണവും ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെല്ലാം ഈ സമയം ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന പോലെ ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചേ. ദൈവത്തിൻ്റെ വലിയ പരിപാലന, ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുതലും അനുഭവിച്ചറിയുവാൻ ഈ സമയം പൂർണ്ണമായി ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. തീ പോലെ ഇറങ്ങുന്ന അഭിഷേകം, അഗ്നിമഴയായി വർഷിക്കപ്പെടുന്ന അഭിഷേകം, കൊടുങ്കാറ്റായി വീശുന്ന അഭിഷേകം, മലവെള്ള പാച്ചിലായി കടന്നു വരുന്ന അഭിഷേകം. ഈ ഒരു അഭിഷേകത്തിൻ്റെ നിറവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ, ദാഹത്തോടെ ആഗ്രഹിക്കട്ടെ. വലിയ ശക്തിയും വലിയ അഭിഷേകം നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥകളിലും മാറ്റം വരും, നമ്മുടെ ഭവനങ്ങളിൽ മാറ്റം വരും, നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ മാറ്റം വരും, നമ്മളായിരിക്കുന്ന നമ്മുടെ ദേശങ്ങളിൽ മാറ്റം വരും. സമർപ്പിക്കാം. പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അതിൻ്റെ എല്ലാ അവസ്ഥയിലും പരിശുദ്ധ അമ്മേ നിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മയെ സ്വാഗതം ചെയ്ത് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആവേ 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 മറിയ, 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 ആവേ 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 മറിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനിയും കുറച്ച് പേര് ധ്യാന ഹാളിലേക്ക് വരാനുണ്ട്.
ഇവിടെ നോക്കുമ്പോൾ കോളം ഫില്ലല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇല്ലാതെ ഉണ്ടെങ്കിൽ ആരെങ്കിലും റൂമിൽ പോയിട്ട് അവരെ വിളിക്കുക. ഇനിയും വന്നില്ലെങ്കിൽ ഇനി വരാൻ സമയവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മൾ ഈ ദിവസങ്ങളിൽ, ഈ 3 ദിവസങ്ങളിൽ ഈശോയോട് കൂടെ ആയിരുന്നു. കർത്താവിൻ്റെ വചനം ശ്രവിച്ചു, ഈശോയിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ അദ്ദേഹം സാവൂളിൽ നിന്ന് പൗലോസിലേക്ക് ഒരു മാറ്റം സംഭവിച്ചതാണ്. വിജാതീയരുടെ അപ്പോസ്തലനായിട്ട് അദ്ദേഹം മാറ്റപ്പെട്ടത്. സാവൂളിൽ നിന്ന് പൗലോസിലേക്കുള്ള മാറ്റമാണ് ഒരു ശുശ്രൂഷകൻ്റെ ജീവിതം എന്ന് പറയുന്നത്. സാവൂളിൽ നിന്ന് പൗലോസിലേക്ക് മാറ്റപ്പെട്ടതിന് ശേഷം വീണ്ടും സാവൂളിലേക്കൊരു പ്രവേശനം ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ഇല്ലാത്തതാണ്. അത് പാപത്തിൻ്റെ സ്വാധീനത്തിൻ്റെ വലയത്തിൽ പെട്ടുപോകുന്നതാണ്. ഏതൊരു ശുശ്രൂഷ മേഖലയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന മേഖലയിലെല്ലാം പാപത്തിൻ്റെ സ്വാധീനമുണ്ട്. പാപത്തിൻ്റെ സ്വാധീനം നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ മേഖലകളിൽ നമ്മളെ അഭിഷേകത്തിൻ്റെ തലം മാറുന്നതനുസരിച്ച് നമ്മളെ നമ്മളെ താഴെ ഇറക്കാൻ, സാധാരണ അധീനതയിലേക്ക് വലിച്ചിറക്കാൻ ശ്രമിക്കുന്ന ഒരു പാപത്തിൻ്റെ സ്വാധീനം സകല ശുശ്രൂഷയുടെ മേഖലകളിലുമുണ്ട്. ശുശ്രൂഷ ജീവിതം മാത്രമല്ല, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചും ചില പാപങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്ത ചില വ്യക്തികളെ സംബന്ധിച്ചും പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ പാപത്തിൻ്റെ സ്വാധീനം ഇരട്ടിയായിരിക്കും. സാധാരണ നിങ്ങളൊരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് വരുന്ന പാപപ്രലോഭനങ്ങളായിരിക്കില്ല പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്. ഏത് ജീവിതാവസ്ഥയിൽ, ഏത് പാപത്തിൻ്റെ കെട്ടുകളിലായിരിക്കും നിങ്ങൾ കൂടുതൽ വീണു പോയിരിക്കുന്നത്, ആ പാപത്തിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട് സാധാരണ ശക്തികൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നതും ഈശോയിൽ ചെയ്യുന്നതും പ്രാർത്ഥനാ ജീവിതവും ഇതെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പാപത്തിൻ്റെ മേഖലയുമായിട്ടൊരു കണക്ഷൻ അവിടെ സാത്താൻ കൊണ്ടുവന്നു വയ്ക്കും. നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും പ്രിയമുള്ളവരെ, ഈ ഒരു സ്വാധീനം നമ്മുടെ മേൽ കടന്നു വരും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 7-ാമത്തെ അധ്യായം, അതിൽ ഇപ്രകാരം വായിക്കുന്നു: അപ്പോൾ നന്മയായിട്ടുള്ളത് എനിക്ക് മരണകാരണമായെന്നോ? ഒരിക്കലുമില്ല. പാപമാണ് നന്മയായിട്ടുള്ളതിലൂടെ എന്നിൽ മരണമുളവാക്കിയത്. ഇത് പാപമായിട്ട് തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന വഴി പൂർവാധികം പാപകരമായി തീരുന്നതിനും വേണ്ടിയാണ്. നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു. ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കുവാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. ഹല്ലേലൂയ. ഈ ഒരു പാപത്തിൻ്റെ മേഖല, ഈ ഒരു തിന്മയുടെ കെട്ട്, പ്രിയമുള്ള ദൈവജനമേ, ഓരോ ശുശ്രൂഷകരിലും ഓരോ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലും ഈ ഒരു തിന്മയുടെ കെട്ട് നിരന്തരം നിലനിൽക്കുന്ന ഈ ഒരു പാപവാസനകളും പാപ സാഹചര്യങ്ങളും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒരുമ്പെടുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ പൂർണ്ണമായും ഒരു ജഡികനാണ്. ജഡം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെട്ടതാണ്. ഉത്ഭവ പാപത്തിന് ശേഷം കർത്താവായ ദൈവം മനുഷ്യനോട് പറഞ്ഞു, നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ മടങ്ങും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു അനുഗ്രഹത്തിൻ്റെ വാക്ക്. അല്ല, ഇത് ദൈവം ശാപത്തിലൂടെ മനുഷ്യനോട് സംസാരിച്ചതാണ്. നീ പൊടിയാണ്. കാരണം നിന്നിലുണ്ടായിരുന്ന ദൈവിക സ്വാധീനം, ദൈവത്തിൻ്റെ ചൈതന്യത്തെ നീ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നീ പൊടിയിലേക്ക്, ജഡത്തിലേക്ക് നീ തിരികെ പ്രവേശിച്ചത് മൂലം ദൈവം മനുഷ്യനോട് പറഞ്ഞു, നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങുമെന്ന് പറഞ്ഞു. പ്രിയമുള്ള ദൈവജനമേ, ദൈവമായ കർത്താവ് പൊടിയിൽ നിന്ന് മനുഷ്യ
മനുഷ്യനെ സൃഷ്ടിച്ചു. മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞെടുത്തിട്ട് ജീവനിലേക്ക് അവനെ ദൈവം നയിച്ചപ്പോൾ ദൈവം വീണ്ടും പറയുന്നു, നീ മണ്ണിലേക്ക് മടങ്ങുമെന്ന് പറയുന്നു. അത് മരിച്ച് മണ്ണിലേക്ക് മടങ്ങുക മാത്രമല്ല അവിടെ അർത്ഥമാക്കുന്നത്, മറിച്ച് പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ മണ്ണിൻ്റെ ജഡത്തിൻ്റെ വ്യാപാരത്തിലേക്ക് മടങ്ങും എന്നൊരു താക്കീത് കൂടെ കർത്താവായ ദൈവം ആ ഒരു വചനത്തിലൂടെ നമുക്ക് തരുന്നുണ്ട്. മണ്ണിലേക്ക് മടങ്ങുന്ന സ്വഭാവം മനുഷ്യനുണ്ട്. ഞാനും നിങ്ങളും മണ്ണിലേക്ക് മടങ്ങേണ്ടവരാ, മരണം കൊണ്ട് മണ്ണിലേക്ക് മടങ്ങേണ്ടവരാ. പക്ഷേ നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മളായിരിക്കുന്ന അവസ്ഥ കൊണ്ടും നമ്മൾ വീണ്ടും വീണ്ടും മണ്ണിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? പാപത്തിൻ്റെ സ്വാധീനം തലമുറകൾ വഴി കൈമാറ്റം ചെയ്യപ്പെട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാപത്തിൻ്റെ സ്വാധീനം എൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വീണ്ടും മടങ്ങാനുള്ളൊരു പ്രവണത നമുക്കുണ്ട്. മരിച്ച് മണ്ണിലേക്ക് പോകാൻ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടതില്ല, അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജഡതുല്യമായിട്ട് ജീവിക്കുന്ന അവസ്ഥയാണ് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലും കാണപ്പെടുന്നത്. അഭിഷേകത്തിൻ്റെ തലം മാറുന്നതനുസരിച്ച് പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന, നമ്മളെ വീഴിക്കാൻ ശ്രമിക്കുന്ന, നമ്മളെ പാപത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന ജഡത്തിൻ്റെ തലവും സാധാരണ അരൂപികളുടെ റാങ്കും മാറ്റം വരുമെന്നുള്ളത് മറക്കരുത്. അതുകൊണ്ട് നമ്മുടെ പ്രായമോ നമ്മുടെ പക്വതയോ നമ്മളിലുള്ള നമ്മളിതുവരെ ചെയ്ത ശുശ്രൂഷകളോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ദൈവാശ്രയത്വ ബോധത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ, ഞാൻ ഇപ്പോഴും ഒന്നുമല്ല എന്നുള്ള അവസ്ഥയിൽ നിലനിന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ സ്വാധീനം അതെൻ്റെ ശരീരത്തിലും ഞാനായിരിക്കുന്ന അവസ്ഥകളിലും നിരന്തരമുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു കളയരുത്. കാരണം സാത്താനൊരു നിമിഷം മതി നമ്മുടെ മേൽ കടന്നു വന്ന് നമ്മളെ നിരന്തരം അടിച്ച് താഴെയിടാൻ. അവനൊരു നിമിഷം മതി. നമ്മൾ ചിന്തിക്കാത്ത മേഖലകളിലൂടെ പ്രാർത്ഥനയിലൂടെ തന്നെ നമ്മളിലേക്ക് പ്രവേശിക്കാൻ സാത്താൻ അറിയാം. അതുകൊണ്ട് ഈശോയിലേക്ക് സമർപ്പിക്കപ്പെട്ട ജന്മങ്ങളാണ് നിങ്ങളുടേതെങ്കിൽ അത് പരിപൂർണമായും ഈശോയിലേക്ക് തന്നെ സമർപ്പിക്കപ്പെട്ടതായിരിക്കണം. അതിൽ നിന്ന് തിരിച്ചും മറിച്ചും ഒരു അവസ്ഥ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്. പാപം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ആദ്യം മുതൽക്കേ ഉള്ളതാണ്. ഈ പാപകരമായ അവസ്ഥയിൽ നിന്ന് ദൈവികമായ അവസ്ഥയിലേക്ക് നമ്മളൊരു രൂപമാറ്റം വരുത്തണം. ഉൽപ്പത്തി 1:2 നമ്മൾ വായിക്കുന്നത്, ആഴിക്ക് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ഈ അന്ധകാരം, അതായത് ദൈവം സൃഷ്ടിക്കാത്തതൊന്നും ഉണ്ടായിരുന്നു എന്ന് ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് അന്ധകാരത്തെ പറ്റിയാണ്. ബാക്കിയുള്ളതെല്ലാം ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. വെളിച്ചം മുതൽ ഇങ്ങോട്ട് ഉണ്ടായി. പക്ഷേ ഉൽപ്പത്തി നമ്മൾ കാണുമ്പോൾ 1:2 നമ്മൾ വായിക്കുന്നു, ആഴിക്ക് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. അതായത് സൃഷ്ടികർമ്മത്തിന് മുൻപേ അന്ധകാരത്തിൻ്റെ അവസ്ഥകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥ മനുഷ്യൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഈ ഒരു പൊടിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് മനുഷ്യനെ രൂപപ്പെടുത്തി മണ്ണിലേക്ക് അയക്കാൻ കർത്താവ് തീരുമാനിച്ചതല്ല. പക്ഷേ നമ്മുടെ പാപ അവസ്ഥകൾ, നമ്മിലുള്ള പാപവാസനകൾ, മണ്ണിലേക്ക് മടങ്ങാനുള്ള നമ്മുടെ പ്രവണതകളാണ് പലപ്പോഴും പ്രാർത്ഥനയിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങാനുള്ളൊരു പ്രവണത നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് പാപം എന്ന് പറയുന്നത് പടിവാതിൽക്കൽ കാത്തു നിൽക്കുന്ന ഒരു അതിഥിയാണെന്നുള്ളത് മറക്കരുത്. പാപം പടിവാതിൽക്കൽ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഒരു ദൈവീകത ഉണ്ടാകാൻ നിങ്ങൾ ശ്രമിക്കണേ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയേക്കാളുപരി പ്രാർത്ഥനയിൽ ദൈവീകത എന്ന് പറയുന്നത് പ്രാർത്ഥന ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സമർപ്പിക്കുമ്പോഴാണ്. പ്രാർത്ഥനയിൽ പല വിചാരം കടന്ന് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അതിൽ പ്രാർത്ഥനയിൽ ദൈവീകതയല്ല കടന്നു വരുന്നത്. പ്രാർത്ഥനകളെ കൺവേർട്ട് ചെയ്യാൻ സാധാരണ അറിയാം. പ്രാർത്ഥനകളുടെ രൂപം മാറ്റാൻ സാധാരണ അറിയാം. ഏതെല്ലാം പ്രാർത്ഥനകൾ നിങ്ങൾ ചെല്ലുമ്പോൾ അക്ഷര വ്യത്യാസം വരുന്നുവോ, അക്ഷര തെറ്റുകൾ വരുന്നുവോ, അതിന് നിങ്ങളിൽ സാത്താൻ്റെ ആധിപത്യമുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ചില പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ നമ്മളാകുന്ന ജനങ്ങൾ പറയുന്ന മറുപടിയിൽ ഒരു തെറ്റ് വരുന്നുണ്ടെങ്കിൽ, അശ്രദ്ധമാകുന്നുണ്ടെങ്കിൽ, ഇതിലെല്ലാം നമ്മളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ അരൂപിയുടെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിൽ പ്രവർത്തിക്കുന്ന പാപത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിരന്തരം ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ നമ്മളിൽ തെറ്റ് വരുത്തുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, ഞാൻ ഏതവസ്ഥയിലേക്കാണ് തിരിച്ചു പോകുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒന്ന് തെറ്റിയതിലുണ്ട്,
നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളിൽ ദൈവം വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനകളിലൂടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം വെളിപ്പെടുത്തിയതിൽ നിന്ന് ഒരു അക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ മനുഷ്യനാളല്ല. അപ്പോൾ ആ പ്രാർത്ഥനകളിൽ നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കാതെ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ നമ്മുടെ പ്രാർത്ഥനയിലുള്ള നമ്മളിലുള്ള പാപത്തിൻ്റെ അവസ്ഥ കൊണ്ടോ പ്രാർത്ഥനകളിൽ തെറ്റു പറ്റുന്നുണ്ടെങ്കിൽ ആ തെറ്റ് പറ്റിക്കുന്നതാരാ? സാത്താൻ്റെ അരൂപികളാ. അത് എവിടെ നിന്ന് വന്നു? ഞാനായിരിക്കുന്ന അവസ്ഥയിലാണോ? അല്ല, എന്നിൽ നിന്ന് തന്നെയാ. അധരത്തിലൂടെ പ്രാർത്ഥന കടന്നു വരുമ്പോൾ അധരത്തിലൂടെ തന്നെ അത് തെറ്റിക്കാൻ സാത്താൻ അറിയാം. പ്രാർത്ഥനകൾ അധരത്തിലൂടെ മറ്റൊരു തലത്തിലേക്ക് പോവുക. നമ്മളിവിടെ നിന്ന് എടുത്ത് അയക്കുക. ദൈവത്തിൻ്റെ ശക്തിയെ എന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച് പുറന്തള്ളുക എന്ന ഒരു പ്രവൃത്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ശക്തി, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഒരു പ്രാർത്ഥനയ്ക്കും അതൊരു പേപ്പറിലായിരിക്കുമ്പോൾ അതിനൊരു അഭിഷേകവുമില്ല. ദൈവം വെളിപ്പെടുത്തിയത് ഏത് വിശുദ്ധരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയതാണെങ്കിലും അതൊരു പേപ്പറിലായിരിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്കും ഒരു അഭിഷേകവുമില്ല. അതവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. ആ പ്രാർത്ഥനയിലേക്ക് ഒന്നും വരുന്നില്ല, ആ പ്രാർത്ഥനയിൽ നിന്നൊന്നും പുറപ്പെടുന്നുമില്ല. ഈ പ്രാർത്ഥന എപ്പോഴാണ് പ്രിയപ്പെട്ടവർ അഭിഷേകത്തിലേക്ക് കടന്നു വരുന്നത്? ഈ പ്രാർത്ഥനയെ ഞാൻ സ്വീകരിച്ച് എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ അധരത്തിലൂടെ പുറത്തു വരുമ്പോൾ എന്നിലുള്ള ദൈവീകതയും ഈ പ്രാർത്ഥനയുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന വെളിപാടുകളും ഒരുമിച്ച് സമ്മിശ്രമായിട്ട് പുറത്തു വരുമ്പോഴാണ് അതിനെ പ്രാർത്ഥന എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അതിനെ പ്രാർത്ഥന എന്ന് വിളിക്കണമെങ്കിൽ എന്നിലുള്ള ദൈവിക ചൈതന്യം ഈ പ്രാർത്ഥനയോടുകൂടെ പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ എന്നിൽ ദൈവിക ചൈതന്യത്തിന് പകരം എന്നിൽ പാപത്തിൻ്റെ മാലിന്യവും പാപത്തിൻ്റെ സ്വാധീനവും അതിൻ്റെ ആധിപത്യവുമാണ് എന്നിലുള്ളതെങ്കിൽ ഞാൻ പുറപ്പെടുവിക്കുന്ന പ്രാർത്ഥനകളിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താ? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്ന, പരിശുദ്ധാത്മാവ് കൊടുത്ത സന്ദേശത്തിലൂടെ ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന അഭിഷേകത്തിന് പകരം ഈ അഭിഷേകത്തിൻ്റെ തലം മാറുന്നത് എപ്പോഴാണ്? എന്നിൽ നിന്ന് ഈ പ്രാർത്ഥന പുറപ്പെടുമ്പോഴാണ്. നമ്മൾ ഓരോരുത്തരിൽ നിന്ന് പുറപ്പെടുന്ന പ്രാർത്ഥനയ്ക്ക് ശക്തി കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവിക ചൈതന്യമാണ്. ഹല്ലേലൂയ! നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവിക ചൈതന്യമാണ് നമ്മൾ ഉരുവിടുന്ന പ്രാർത്ഥനകൾക്ക് ബലവും ഊർജവും കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥനയാൽ തന്നെ ഒന്നും തന്നെ ഇല്ല, അതവിടെ ഇരിക്കും, അതിൽ നിന്നൊന്നും പുറപ്പെടുന്നില്ല. പക്ഷെ ഇതിലേക്ക് ചൈതന്യം കടന്നു വരുന്നതും ഇരട്ടി അഭിഷേകത്തിലേക്ക് ഈ പ്രാർത്ഥനകളെ കൊണ്ടുവരുന്നതും ഞാനെന്ന് പറയുന്ന വ്യക്തിത്വവും എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്വവുമാണ്. അപ്പം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്വത്തിൽ നിന്ന് വേണം എൻ്റെ പ്രാർത്ഥനകൾ ഉയരാൻ. ഹല്ലേലൂയ! അതുകൊണ്ട് തന്നെ ശുശ്രൂഷയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മിലേക്ക്, പ്രാർത്ഥനാ ജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മിലേക്ക് ഒരു ജഡ പാപ സ്വാധീനം നമ്മിലേക്ക് കടന്നു വരും, ഒരു ജഡിക പ്രവണത കടന്നു വരും. അത് ഓരോരുത്തരെ അനുസരിച്ച് മാറിയിരിക്കും. ഈ ജഡിക പ്രവണത നമ്മളിലേക്ക് കടന്നു വന്ന് ഇതിൻ്റെ അകത്ത് നിന്ന് പ്രാർത്ഥനകൾ പുറപ്പെടാനുള്ളൊരു പ്രവണത അല്ലെങ്കിൽ ഒരു സാഹചര്യം സാത്താൻ സൃഷ്ടിക്കും നമ്മിൽ. ഇതിൽ നിന്ന് പോയാൽ മതി പ്രാർത്ഥന, നീ പ്രാർത്ഥിക്കുന്ന സകല പ്രാർത്ഥനകളും ഇനി മുതൽ ഇതിൽ നിന്ന് പുറപ്പെട്ടാൽ മതി. ഇതാണ് സാത്താൻ്റെ പ്രവർത്തനം നമ്മിൽ. ഇത് അവൻ നിക്ഷേപിച്ചു തരും. നമ്മൾ ഉപേക്ഷിച്ചാലും അവസ്ഥകൾ നിക്ഷേപിച്ചു തരും, പാപത്തിൻ്റെ സ്വാധീനം നമ്മിൽ നിക്ഷേപിച്ചു തരും. ഇതിവിടെ ഉള്ളിൽ കിടക്കുക. പിന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലെല്ലാം ഈ വെറുപ്പിൻ്റെ, ഈ വിദ്വേഷത്തിൻ്റെ, ഈ ജഡിക പാപത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങൾ മിക്സ് ചെയ്ത് ഇത് അതരം പുറപ്പെടുവിക്കുക. ഇത് അതരം പുറപ്പെടുവിക്കുമ്പോൾ ഈ പ്രാർത്ഥന, എന്നിൽ നിന്ന് പുറപ്പെടുന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലെത്താൻ ഇത് സമ്മതിക്കത്തില്ല. കാരണം എന്താ? എന്നിലുള്ള പാപത്തിൻ്റെ സ്വാധീനം, ഞാൻ ദൈവീകതയിലേക്ക് വന്നത്, സാവൂളായിരുന്ന ഞാൻ പൗലോസിലേക്ക് വരുന്നതിന് മുമ്പുള്ള സാവൂളിൻ്റെ അവസ്ഥകളിലേക്കാണ് ഈ പാപത്തിൻ്റെ സ്വാധീനം കടന്നു പോകുന്നത്. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഈ പാപത്തിൻ്റെ സ്വാധീനം പൗലോസ് ആകുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് ഈ പാപത്തിൻ്റെ സ്വാധീനം കടന്നു ചെല്ലും. ഈ സാവൂള് ഉറങ്ങിക്കിടക്കുക. പൗലോസായി മാറ്റപ്പെട്ടതിന് ശേഷവും സാവൂള് ഉറങ്ങിക്കിടക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത് എന്താ? ഞാൻ ഇച്ഛിക്കുന്നതല്ല, ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ പ്രവർത്തിക്കുന്നു. ഇത് സാവൂളായിരിക്കെ പൗലോസ് എഴുതിയതല്ല, പൗലോസ് ആയതിനു ശേഷം പൗലോസ് എഴുതിയതാ. അപ്പോൾ പൗലോസിൽ ഒരു മാറ്റം വന്നതിന് ശേഷവും ഈ സ്വാധീനം പൗലോസിനെ വിട്ടുപോയിട്ടില്ല.
അതുകൊണ്ട് പൗലോസ് പറയും, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കാൻ എൻ്റെ പ്രവചനങ്ങളിൽ, എൻ്റെ ദർശനങ്ങളിൽ, ദൈവിക ഇടപെടലുകളിൽ ഒരിക്കലും ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ ഈ മുള്ള് എൻ്റെ കൂടെയുണ്ട്. തമ്പുരാൻ പറഞ്ഞെന്താ? ഇത് മാറ്റപ്പെടില്ല, നിനക്കെൻ്റെ കൃപ മതി. ഇത് മാറ്റപ്പെടില്ല, ഇത് മാറ്റപ്പെടില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്നത് എന്താ? ഈ മുള്ളിലേക്കാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും ഈ സ്വാധീനത്തെ നമ്മൾ വെൽക്കം ചെയ്യുന്നത്. ഈ പാപത്തെ, ഓരോ പാപവും പ്രാർത്ഥിക്കുന്ന വ്യക്തി ചെയ്യുന്ന ഓരോ പാപത്തിൻ്റെ മേഖലകളും ഇതിനകത്ത് കിടക്കും. ശുശ്രൂഷ ജീവിതത്തിൽ ഈ പാപത്തിൽ മിക്സ് ചെയ്ത പ്രാർത്ഥനയാണ് നിന്നിൽ നിന്ന് മറ്റൊരുവനിലേക്ക് പുറപ്പെടുന്നതെങ്കിൽ അവിടെ ആ ആത്മാക്കളെ നേടുകയല്ല നീ ചെയ്യുന്നത്, നശിപ്പിക്കുകയാണ് നീ ചെയ്യുന്നത്. ആത്മാക്കളെ നേടുകയല്ല, അതിനെ നശിപ്പിക്കുക. ദൈവം തന്നതിനെ ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്നതാണ് ആത്മാക്കളെ നേടുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവം തന്നതിനെ ഞാൻ നശിപ്പിച്ച് എൻ്റെ ആവശ്യത്തിലേക്ക് എടുത്തു മാറ്റി വയ്ക്കുന്നതിനല്ല ആത്മാക്കളുടെ പ്രവൃത്തി എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ. അപ്പോൾ ദൈവം എനിക്ക് തന്നത് എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നു. എങ്ങനെ തന്നു? സാവൂളിനെ പൗലോസാക്കി മാറ്റിയിട്ട് അവൻ എനിക്ക് തന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിച്ചു, നിങ്ങൾ ദൈവം എന്തെന്ന് നിങ്ങൾ അറിഞ്ഞു. നിങ്ങൾ അതുവരെ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് പാപത്തിൻ്റെ, മദ്യത്തിൻ്റെ, ജഡത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, അസൂയയുടെ എല്ലാ മേഖലയിൽ നിന്ന് നിങ്ങൾ പൗലോസാക്കപ്പെട്ടു. പൗലോസാക്കപ്പെട്ടപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പൗലോസിനോട് പറഞ്ഞു, സാവൂൾ നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നത്? അപ്പോൾ അതിനു മുമ്പ് വരെ ദൈവമായ കർത്താവിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ട്? പാപമൂലം. ദൈവത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് പാപമൂലം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഈ സാവൂള് ദൈവത്തോട് ചോദിച്ചു, നീ ആരാ? നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാ ഞാൻ. നീ പീഡിപ്പിക്കുന്നവൻ ഞാനാ. നമ്മൾ എന്ത് ചെയ്താലും പീഡിപ്പിക്കപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവാ, മറക്കരുത്. നമ്മൾ ഈ ലോകത്തിലുള്ള ആരെ നശിപ്പിച്ചാലും, ഏത് ആത്മാക്കളെ നശിപ്പിച്ചാലും, ഏത് തെറ്റിലേക്ക് നമ്മൾ പോയാലും, പ്രിയപ്പെട്ടവരെ, പീഡനമേൽക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാ. സാവൂൾ ക്രിസ്തുവിനെ പീഡിപ്പിച്ചിട്ടില്ല, ക്രിസ്തുവിൻ്റെ സഭയെ പീഡിപ്പിച്ചു, സഭയിലുള്ള മക്കളെ പീഡിപ്പിച്ചപ്പോൾ ക്രിസ്തു പറഞ്ഞെന്താ? നീ എന്നെയാണ് പീഡിപ്പിക്കുന്നത്. സഭയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ സഭയ്ക്കെതിരെ തിരിയുമ്പോൾ, പരിശുദ്ധ കുർബാനയ്ക്കെതിരെ തിരിയുമ്പോൾ, വ്യക്തിത്വങ്ങൾക്കെതിരെ തിരിയുമ്പോൾ, നമ്മുടെ ബലിപീഠത്തിനെതിരെ തിരിയുമ്പോൾ, ഓരോരോ പേര് പറഞ്ഞ് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് ഓരോന്നിനെ പീഡിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വ്യക്തികൾ ആരുമല്ല പീഡിപ്പിക്കപ്പെടുന്നത്, കർത്താവായ ഈശോ മിശിഹായ തന്നെ സാവൂളിനോട് പറഞ്ഞ കാര്യമല്ലേ? പ്രിയമുള്ളവരെ, ഈ പീഡിപ്പിക്കൽ ഇന്നും സഭയിൽ തുടർന്നുകൊണ്ടിരിക്കുക. സാവൂള് പൗലോസായിട്ട് മാറ്റപ്പെട്ടപ്പോഴും പീഡനം നിന്നിട്ടില്ല. അതായത് ഞാനും നിങ്ങളും ആകുന്ന ഇന്ന് സഭയിലായിരിക്കുന്ന ദൈവികതയിലുമായിരിക്കണം. തീരുമാനങ്ങൾ ഞാൻ മാനുഷികതയിലെടുത്തു, പക്ഷേ അത് വേണോ വേണ്ടയോ, അതാണ് കർത്താവ് പറഞ്ഞത്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യും, അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതാ. എൻ്റെ തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ട് നടപ്പാക്കുന്നത് ദൈവികതയിൽ ഞാൻ തന്നെ നടപ്പാക്കണം. അത് ദൈവികതയിൽ, പ്രാർത്ഥനയിൽ അലിച്ച് ചേർത്ത് ഞാൻ നടപ്പാക്കുമ്പോൾ അവിടെ പാപത്തിൻ്റെ സ്വാധീനം എൻ്റെ പ്രവൃത്തികളിലും എൻ്റെ ശുശ്രൂഷ മേഖലകളിലും ഞാനായിരിക്കുന്ന അവസ്ഥകളിലും ഒന്നും വരത്തില്ല. പക്ഷേ നമ്മളായിരിക്കുന്നത് ഇതല്ല, നമ്മുടെ പ്രവൃത്തികൾ ഇതല്ല, നമ്മൾ ചിന്തിക്കുന്നത് ഇതല്ല, നമ്മൾ ആഗ്രഹിക്കാത്തത് നമ്മിലേക്ക് കടന്നു വരിക. എന്താ നമ്മൾ ആഗ്രഹിക്കാത്തത്? വേണ്ട യേശുവേ, പാപം വേണ്ട, ഞാൻ ഉപേക്ഷിക്കുക, എനിക്ക് നിന്നെ മതി, നീ മാത്രം മതി, ഒരു സാത്താനെ വിട്ടുകൊടുക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും ചെയ്യുന്നത് പഴയ അവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. എന്നിട്ട് നമ്മൾ പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പാപം ചെയ്താൽ എന്താ? പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥന കൊണ്ട് ഈ പാപത്തെ നിർവീര്യമാക്കാം. ഒന്നും നടക്കില്ല. പ്രാർത്ഥന കൊണ്ട് ബോധപൂർവം ചെയ്യുന്ന പാപത്തെ നിർവീര്യമാക്കാൻ പറ്റില്ല. അറിയാതെ ചെയ്ത പാപങ്ങൾക്ക് പിന്നീട് വന്ന പ്രാർത്ഥനാ ജീവിതം കൊണ്ട് അതിനെ നിർവീര്യമാക്കാൻ പറ്റും. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ചെയ്ത പാപങ്ങളെ പ്രാർത്ഥന കൊണ്ട് നിനക്ക് തന്നെ നിർവീര്യമാക്കാൻ പറ്റില്ല. കാരണം നീ ബോധപൂർവം ചെയ്തത് നിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ പാപമാണ്. ബോധപൂർവം ചെയ്തത് നിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ പാപമാണ്. ക്രിസ്തുവിനെ, പരിശുദ്ധ കുർബാനയായവനെ നീ സ്വീകരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിൽ ക്രിസ്തു വസിക്കുന്നു. യേശു ക്രിസ്തു സത്യമായും പരിശുദ്ധ കുർബാനയിൽ ഉണ്ട്. പരിശുദ്ധ കുർബാന അവൻ തന്നെയാണ്. അത് ഞാൻ സ്വീകരിക്കുമ്പോൾ അതെന്നിൽ മാംസം ധരിക്കുന്നു.
വചനം പരിശുദ്ധമ്മയിൽ മാംസം ധരിച്ചു. ഈ ബോധ്യത്തിൽ ഞാൻ വചനത്തെ ഉൾക്കൊണ്ട് വായിക്കുമ്പോഴും എന്നിലും വചനം മാംസം ധരിക്കുന്നുണ്ടെങ്കിൽ ഇത് പാപമാണ്, ഇത് തിന്മയാണ്, ഇത് സാത്താൻ്റെയാ. പക്ഷേ ഞാനത് ചെയ്യും, അത് ചെയ്തു. അതും ഇതുപോലെ തന്നെ എന്നിൽ മാംസം ധരിക്കും. ക്രിസ്തു മാംസം ധരിക്കും, വചനം മാംസം ധരിക്കും. എന്താ പാപം മാംസം ധരിച്ചുകൂടെ നിങ്ങളിൽ? പാപം മാംസം ധരിക്കാത്ത എന്താ? ഇത് സാത്താൻ നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കും. ഇത് സാത്താൻ നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കും. നീ പ്രാർത്ഥിക്കുന്നതല്ലേ, ഇതിരിക്കട്ടെ, കുഴപ്പമില്ല, ഈ പ്രാർത്ഥന കൊണ്ട് ഇത് വയ്ക്കോളും. ഇത്ര ആത്മാക്കളെ നേടുന്നതല്ലേ, ഇത് അതിൽ അലിഞ്ഞു വയ്ക്കോളും. ഇല്ല, അലിയത്തില്ല. കാരണം ഇത് നീ ബോധപൂർവം ചെയ്യുന്നെങ്കിൽ അതൊരു ട്യൂമറായി, അതൊരു ക്യാൻസറായി, അത് ജീവിതത്തിൽ മാരകമായ വിഷമായി നിന്റെ കുടുംബത്തെ ഭരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ? അത് പൂർണ്ണമായും പ്രാർത്ഥനയിലേക്കായിരിക്കണം. പ്രാർത്ഥനയിലേക്ക് കടന്നു വന്ന വ്യക്തി അതിൽ വെള്ളം ചേർക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മളുടെ അവസ്ഥകളല്ല നമ്മൾ പ്രഘോഷിക്കേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ വചനത്തെയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും അവസ്ഥകൾ പ്രഘോഷിക്കുമ്പോൾ, നമ്മുടെ ജീവിത അവസ്ഥകൾ പ്രഘോഷിക്കപ്പെടുമ്പോൾ അതിലും ഇത്തരത്തിലൊരു പാപത്തിൻ്റെ സ്വാധീനമുണ്ട്. അപ്പോൾ പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിൻ്റെ മാറ്റു കുറയും. അതുകൊണ്ട് പ്രഘോഷിക്കുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം കേൾക്കുന്ന വ്യക്തികളിലേക്ക്, അവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്ന് വന്നിട്ടുണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ദൈവത്തിൻ്റെ ശക്തി മാത്രമായിരിക്കണം. ദൈവത്തിൻ്റെ ശക്തിയും നമ്മിൽ നിന്ന് പുറപ്പെടണ്ട. നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ദൈവത്തിൻ്റെ ശക്തി മാത്രമായിരിക്കണം. ശുശ്രൂഷകളെ സംബന്ധിച്ച് അതും ഇതും ഒരുമിച്ച് പുറപ്പെടണ്ട പ്രിയപ്പെട്ടവരെ. നമ്മൾ മാമോനെ തീറ്റിപ്പോറ്റരുത്, നമ്മൾ ലൂസിഫറിനെ തീറ്റിപ്പോറ്റരുത്, നമ്മൾ അസ്മാദേവൂസിനെ തീറ്റിപ്പോറ്റരുത്. ഇതെല്ലാം ഓരോ അവസ്ഥകളിലൂടെ കടന്നു വരുന്ന വിശേഷണങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ പറയട്ടെ, ശുശ്രൂഷയിലേക്ക് നിങ്ങൾ കയറിയാലും ഇല്ലെങ്കിലും പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട്. ശുശ്രൂഷയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാതിരിക്കുകയോ അത് നിങ്ങളുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ്. ഇവിടെ വന്നതിൽ 2, 3, 4 പേർക്കോളം ദൈവവിളി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഈ ശുശ്രൂഷ ജീവിതം എന്ന് പറയുന്നൊരു കോള്, പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിൻ്റെ ശക്തി നമ്മളിൽ പ്രകടമാകുന്നതാണ് ശുശ്രൂഷ ജീവിതം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ശക്തി അതിൻ്റെ പൂർണ്ണതയിൽ ഒരു വ്യക്തിയിൽ പ്രകടമായിട്ടുണ്ടെങ്കിൽ അവനാണ് ശുശ്രൂഷകൻ. ദൈവം അത് അവനിൽ കൊടുത്തു. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ച് അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ജീവിത സാഹചര്യത്തിൽ നിന്നും കിട്ടിയ പാപത്തിൻ്റെ മേഖലകൾ ആദ്യമേ ഉള്ളിൻ്റെ ഉള്ളിൽ അടിത്തട്ടിൽ കിടക്കുക. ഈ അടിത്തട്ടിൽ കിടക്കുന്നതിലേക്ക് കർത്താവ് അതിനെ ഇളക്കി മറിച്ച് അതിനെ പുറന്തള്ളി തമ്പുരാനാക്കി അവനെ പുറത്തേക്ക് വിടുക. കർത്താവ് യേശു ക്രിസ്തു ആക്കി അവനെ പുറത്തേക്ക് വിട്ട് ഇവൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുമ്പോൾ കർത്താവിൻ്റെ ശക്തി അവിടെ പ്രകടമാകുന്നതിന് പകരം കർത്താവിൻ്റെ നാമം അവിടെ നിർവീര്യമാകാനായിട്ടാണ് ഇടവരുത്തുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തിയെ നിർവീര്യമാക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ബുക്കിലിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു വാല്യൂമില്ല. അത് കത്തിച്ച് കളഞ്ഞാൽ അത് കത്തിപ്പോകുന്ന പ്രാർത്ഥനയാണ്. പക്ഷേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ആത്മാവിലേക്ക്, ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് ഈ പ്രാർത്ഥന പ്രവേശിക്കുമ്പോഴാണ് ഈ പ്രാർത്ഥനയ്ക്ക് ജീവൻ വയ്ക്കുന്നതും ആ വ്യക്തിയുടെ അധരത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് ഈ പ്രാർത്ഥനയെ അഭിഷേക പ്രാർത്ഥനയെന്ന് നമ്മൾ വിളിക്കുന്നതും. അഭിഷേകം മിക്സ് ചെയ്ത് പ്രാർത്ഥന വരണം. പ്രയർ പ്ലസ് ഹോളി സ്പിരിറ്റ്. പ്രാർത്ഥനയും അഭിഷേകവും ഒരുമിച്ച് വരണം. ഒരു പ്രാർത്ഥന വെളിപ്പെട്ട് കിട്ടുമ്പോൾ അതിൽ സ്വാഭാവികമായി അതിൽ തന്നെ പരിശുദ്ധാത്മ അഭിഷേകമുണ്ട്. ഈ പരിശുദ്ധാത്മ അഭിഷേകം വെറുതെ ഇരിക്കുന്നതിലേക്ക് കടന്നു വരുന്നില്ല, പുറപ്പെടുന്നില്ല. അത് പുറപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിന്ന് ആ പ്രാർത്ഥന ചൊല്ലുമ്പോഴേ ആ പ്രാർത്ഥനയ്ക്ക് ജീവനുള്ളൂ. അതുകൊണ്ട് ഏതൊരു പ്രാർത്ഥനയും ഏതൊരു പ്രവൃത്തിയും എന്തു തന്നെയാണെങ്കിലും പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ചെയ്യുന്നെങ്കിൽ
പ്രസാദപര അവസ്ഥയിൽ തന്നെയായിരിക്കണം ചെയ്യേണ്ടത്. എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് പ്രസാദപരാവസ്ഥയിലായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളൊരു തീരുമാനം എടുക്കുന്നത് പ്രസാദപരാവസ്ഥയിലായിരിക്കണം. നിങ്ങളിലുള്ള മാലിന്യം മിക്സ് ചെയ്ത തീരുമാനം നിങ്ങളിലൂടെ പുറത്തു വരരുത്. അവിടെ സാത്താൻ ഇടപെടും. നിങ്ങളൊരു ഉദ്യമത്തിന് പുറപ്പെടുമ്പോൾ, നിങ്ങളൊരു കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോൾ, നിങ്ങളൊരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു ഭവന നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന എക്സാംസ്, നിങ്ങൾ കണ്ടുമുട്ടുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടാൻ വേണ്ടി നിങ്ങൾ പോകും, ഒരു സഹായത്തിന് വേണ്ടി നിങ്ങൾ പോകുമ്പോൾ, ഇവിടെയെല്ലാം നിന്നിലുള്ള പാപത്തിൻ്റെ മാലിന്യം അവിടെ എതിർവശത്ത് നിൽക്കുന്ന അവസ്ഥയുമായിട്ട് കൂട്ടിമുട്ടാൻ ഇടവരുത്തരുത്. അത് പരാജയപ്പെടും. എതിർവശത്ത് നിൽക്കുന്ന അവസ്ഥയുമായിട്ട് നിന്നുള്ള മാലിന്യം കൂട്ടിമുട്ടിയാൽ അത് പരാജയപ്പെടും. അത് ദൈവീകമല്ല. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന് ഇടപെടാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉദ്യമങ്ങൾ പരാജയപ്പെടും. നമ്മളൊരു പുതിയ ഉദ്യമത്തിലേക്ക് പോകുമ്പോൾ നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ദൈവാത്മാവിനാൽ പ്രേരിതമായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഉദ്യമങ്ങളിൽ 100 മേനി വിളവ് കൊയ്യുവാൻ നമുക്ക് പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന എല്ലാ ഉദ്യമങ്ങളിലും 100 മേനി വിളവ് കിട്ടും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടുകൂടെ പ്രസാദപര അവസ്ഥയിൽ ചെയ്യുന്ന ഒരു ഉദ്യമവും ദൈവനാമത്തിൽ പരാജയപ്പെട്ട് പോവില്ല. എവിടെയെല്ലാം പാപത്തിൻ്റെ മാലിന്യത്തോട്, അഹങ്കാരത്തിൻ്റെ അരൂപിയോട്, അസൂയയോട് ചേർന്ന് പുതിയൊരു തീരുമാനത്തിലേക്ക് പ്രവേശിക്കുന്നുവോ 8 നില പൊട്ടും. പ്രാർത്ഥിക്കാനാണെങ്കിലും തീരുമാനമെടുക്കുന്നത് തീരുമാനമായി നിലനിൽക്കാത്തതിന് കാരണം നിങ്ങൾ പ്രാർത്ഥിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് പാപാവസ്ഥയിലായതുകൊണ്ടാണ്. ഹല്ലേലൂയ. നാളെ പ്രാർത്ഥിക്കാം, നാളെ ഇത് ചെയ്യാം, നാളെ ഇങ്ങനൊരു നന്മ ചെയ്യണം, നാളെ ഇങ്ങനൊരു മിനിസ്ട്രി ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഇന്ന് കിടക്കുക. പക്ഷേ ഇന്ന് ആ തീരുമാനമെടുക്കുമ്പോൾ ഇന്ന് ഞാൻ പാപാവസ്ഥയിൽ എടുത്ത തീരുമാനമാണെങ്കിൽ നാളെ അത് എന്നെ കൊണ്ട് ചെയ്യാൻ സാത്താൻ സമ്മതിക്കില്ല. നാളെ അത് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചാലും സാത്താൻ അതിനെ ബ്ലോക്ക് ചെയ്യും. കാരണം ഈ തീരുമാനം ഞാൻ എടുത്തപ്പോൾ അവൻ എൻ്റെ കൂടെ എൻ്റെ ഉള്ളിലുണ്ട്. ആ സാത്താൻ എൻ്റെ കൂടെ എൻ്റെ ഉള്ളിലുള്ളപ്പോൾ അവനോട് ചേർന്ന് ഞാൻ എടുക്കുന്ന തീരുമാനം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയായിട്ട് പുറത്തു വരുന്നത്? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അവനോട് ചേർന്ന് ഞാൻ എടുക്കുന്ന തീരുമാനമാണെങ്കിൽ ഈ തീരുമാനം പുറത്തു വരുമ്പോൾ അതൊരു പ്രാർത്ഥനയോ മറ്റൊരുവർക്ക് അതൊരു അനുഗ്രഹമോ ആവില്ല. അവിടെ ജഡമാണ് കളിക്കുന്നത്. അവിടെ ജഡിക പ്രവണതകളും ജഡത്തിൻ്റെ വ്യാപാരങ്ങളുമാണ്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് ദൈവികമായിരിക്കണം. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ദൈവാത്മാവിൻ്റേത് മാത്രമായിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളിൽ, നിങ്ങളുടെ നോട്ടങ്ങളിൽ, നിങ്ങളുടെ കേൾവിയിൽ, നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ, നിങ്ങളുടെ സ്പർശനത്തിലെല്ലാം ദൈവീകത ഉണ്ടാകണം. ദൈവീകത ഉണ്ടാകണമെങ്കിൽ ദൈവം ഉള്ളിൽ തനിച്ചു വസിക്കണം. ദൈവത്തിന് കൂട്ടുവേണ്ട. നമ്മൾ ദൈവത്തിന് കൂട്ടായിട്ട് സാത്താനെ കൊടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ പാപം, എൻ്റെ ജഡപ്രവണതകൾ, എൻ്റെ അഹങ്കാരം, എൻ്റെ അസൂയ, എൻ്റേതായിട്ടുള്ളതെല്ലാത്തിൽ നിന്നും കർത്താവിന് കൂട്ട് സൃഷ്ടിക്കുക. നമ്മൾ ഇതും കൂടി ഇരിക്കട്ടെ തമ്പുരാനെ നിൻ്റെ കൂടെ. ഇതല്ല ഉള്ളിലുണ്ടാകേണ്ടത് പ്രിയപ്പെട്ടവർ. ഇതൊന്നും നിങ്ങളുടെ ഉള്ളിലുണ്ടായിട്ട് നിങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പോയിട്ട് നിങ്ങളൊരു കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോലും ദൈവത്തിനവിടെ ഇടപെടാൻ പറ്റില്ല. നിങ്ങൾ നിസ്സാരമായ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോലും കർത്താവ് ഇടപെടില്ല. കാരണം പാപത്തിൻ്റെ മാലിന്യം നിൻ്റെ പ്രാർത്ഥന വഴി പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയെ ഞാൻ എന്താക്കി? ദൈവം വെളിപ്പെടുത്തിയ പ്രാർത്ഥനയെ ഞാൻ എന്താക്കി? അഴുക്കാക്കിയില്ലേ പ്രിയപ്പെട്ടവരെ? അഴുക്കാക്കിയില്ലേ? ദൈവം നല്ല പാത്രത്തിൽ എനിക്ക് വിഭവസമൃദ്ധമായ ഒരു ഫുഡ് വെച്ച് തന്നിരിക്കുക. ഈ ഫുഡ് ഞാനെടുത്തൊരു ചെടിയിൽ മിക്സ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഞാൻ ആ പാത്രത്തിൽ വിളമ്പി വയ്ക്കുക. അതെങ്ങനെ കഴിക്കും പ്രിയപ്പെട്ടവരെ? എതിർവശത്ത് നിൽക്കുന്നവരെ കൊണ്ട് ഈ ഭക്ഷണം തീറ്റിക്കുന്നത് ആരായിരിക്കും? സാത്താനായിരിക്കുള്ളൂ. അവൻ്റെ ഭക്ഷണം അവൻ തീറ്റിക്കും എതിർവശത്ത് നിൽക്കുന്നവരെ കൊണ്ട്. അതുകൊണ്ട് ശുശ്രൂഷകനാണോ നീ? നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവാണോ? നിന്നിൽ നിന്ന് പുറപ്പെടേണ്ട ശക്തി ദൈവീകത മാത്രമായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് അടയാള സഹിതം കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്. നീ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നവനാണ് എന്നുള്ളത് അടയാള സഹിതം കാണിക്കണം. നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോഴല്ല, നമ്മൾ ഒരു വിടുതൽ ശുശ്രൂഷ നടത്തുമ്പോൾ ഈ വിടുതൽ കൊടുക്കുന്ന സമയത്ത് തിന്മയുടെ സ്വാധീനങ്ങൾ ഞാൻ എന്താണെന്നുള്ള, ശുശ്രൂഷ എന്താണെന്നുള്ളത് പബ്ലിക്കിൽ വിളിച്ചു പറയും. ഇത്രയും ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഒരു ശുശ്രൂഷ നടത്തുമ്പോൾ അവിടെ എത്ര പേരുണ്ടോ? ഞാൻ പലതവണ ചെയ്തപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്.
അവിടെ നിന്ന് വിടുതൽ നടക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ട്, പുരോഹിതരും ഒക്കെ ഉള്ള സമയത്ത്, ഈ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ആരാണോ പൊസസ്ഡ് ആയിട്ടുള്ള വ്യക്തി ബൈൻഡിങ് പ്രയർ നടക്കുക, ഇത് നിന്ന് വിളിച്ചു പറയും ഓരോരുത്തരും നോക്കി. പിന്നെ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഓരോന്ന് ചെതറി ഓടുക. കാര്യം എന്താണെന്നറിയോ? എന്നെപ്പറ്റി പറയുമെന്നുള്ള പേടിയാണ്, എൻ്റെ അവസ്ഥകളെ പറ്റി പറയുമെന്നുള്ള പേടിച്ചിട്ട് ഓടുക. നമ്മളോട് ചോദിക്കും, നീ ആരാ, നീ എവിടെന്നാ, നീ എന്താ? ഇതെല്ലാം കൃത്യം നാളെക്കുറിച്ചുള്ളത് എന്തറിയണം? കൃത്യം പറയും. നമ്മളായിരിക്കുന്ന അവസ്ഥകൾ ഒരു മാലിന്യ നിലയിലുണ്ടോ അപ്പം വിളിച്ചു പറയും അത്. പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൊണ്ട് തമ്പുരാൻ്റെ കരുണ നിൻ്റെ കൂടെയുണ്ട്, അവൻ്റെ അഭിഷേകം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവനെതിരായിട്ടുള്ള ശക്തിയും നിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അത് നിന്നെ അടിച്ച് താഴെ ഇടും. നിൻ്റെ ആത്മീയ മേഖലകളെ അടിച്ചു താഴെ ഇടും. നിൻ്റെ ശുശ്രൂഷ മേഖലകളിൽ അത് വലിയ വിള്ളലുകൾ തീർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു തവണ ഒരു പാപത്തിലേക്ക് വീണാൽ വീണ്ടും ആ പാപത്തിൽ നിന്ന് കരകയറാൻ ഭയങ്കര പാടാ. പിന്നെ ആ പാപത്തിൽ നിന്ന് കരകയറാൻ നമ്മളെടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, അത് ചെറുതായിരിക്കില്ല. വലിയ ഉദ്യമങ്ങളിലൂടെ വേണം പിന്നീട് അങ്ങോട്ട് ഇതിനെ നമ്മൾ നിർവീര്യമാക്കാൻ തുടങ്ങാൻ, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രാർത്ഥനകളിലും ജപമാലയിലും നിങ്ങൾ ചൊല്ലുന്ന ഓരോ പേഴ്സണൽ പ്രെയറിലും പാപത്തിൻ്റെ മാലിന്യം മിക്സ് ചെയ്ത് പുറത്ത് വരരുത്. പാപത്തിൻ്റെ മാലിന്യം മിക്സ് ചെയ്ത് പുറത്ത് വന്ന് ചില നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയോഗങ്ങളൊന്നും നിങ്ങൾ നേടിയെടുത്തിട്ടുമില്ല. ചില നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ പാപത്തിൻ്റെ മാലിന്യം നമ്മുടെ ഉള്ളിലായിരിക്കുന്ന അവസ്ഥയിലാണ്. ചില നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഓർത്തോ നിങ്ങൾ? ചില നിയോഗങ്ങൾ നമ്മൾ പറയും, വർഷങ്ങളായിട്ട് ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ നിയോഗം നടക്കണം, ഇത് നടന്നു കിട്ടണം, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. ഏതെങ്കിലും ഒരു ശുശ്രൂഷകനെ നിങ്ങൾ ചെന്ന് കണ്ടു, അദ്ദേഹം ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് തന്നു, നിങ്ങൾ ഈ പ്രാർത്ഥന ഇത്ര ദിവസം ചെല്ലണമെന്ന് പറയും. അപ്പോൾ പറഞ്ഞതല്ലേ, മുടക്കണ്ട, ചെല്ലിക്കൊണ്ടിരിക്കും. ചെല്ലുന്ന ഇത്രയും ദിവസവും നീ പാപത്തിലാണെങ്കിൽ, നിന്നിൽ പാപാവസ്ഥയുണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥനകളിൽ പാപത്തിൻ്റെ മാലിന്യം ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഉദ്യമത്തിലേക്ക് ചെല്ലുന്നത് നീ ഇടുന്ന ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ഈ അഴുക്ക കൊണ്ടിടണം. എത്ര വർഷം നീ പ്രാർത്ഥിച്ചാലും ഈ അഴുക്ക് തന്നെ അതിനകത്ത് കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കും. ഇതെങ്ങനെ പ്രിയപ്പെട്ടവരെ അത് പ്രാർത്ഥനയായിട്ട് മാറും? ആ ഉദ്യമത്തിലേക്ക് ദൈവത്തിന് കടന്നു വരാൻ എങ്ങനെ സാധിക്കും? ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇൻറ്റൻഷൻ ഇതാണ്. ഈ ഇൻറ്റൻഷനിലേക്ക് ദൈവത്തെ എത്തിക്കുക. എങ്ങനെ എത്തിക്കാൻ പറ്റും? കർത്താവ് നേരിട്ട് ചെല്ലുന്നില്ലെങ്കിൽ എങ്ങനെ എത്തിക്കാൻ പറ്റും? ഞാൻ വിളിച്ചുകൊണ്ട് വരണം ഈശോയെ. ഞാൻ വിളിച്ചുകൊണ്ട് വരാനായിട്ട് കർത്താവിന് ആ ഇൻറ്റൻഷനോട് ഒരു ആകർഷണത്വം തോന്നണമെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും അവിടെ വെച്ച് അത് കാണിച്ചിട്ട് കർത്താവ് നീ വാ എന്ന് പറയണം. അതിൻ്റെ പേരാണ് പ്രാർത്ഥന. അത്രയേ ഉള്ളൂ, അതിൻ്റെ പേരാണ് പ്രാർത്ഥന. അപ്പോൾ ഞാൻ ഈ കർത്താവിനെ ആകർഷിക്കാൻ ഒരു വസ്തു ഞാനത് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അതിനോട് ആകർഷണം തോന്നാത്തതിന് കാരണം എന്താ? അതിൽ എന്തോ മാലിന്യം ഞാൻ വെച്ചപ്പോൾ കൂടിക്കലർന്നിരിപ്പുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല അതെന്താണെന്നുള്ളത്, പക്ഷെ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളിലും ഈ പാപത്തിൻ്റെ മാലിന്യം നിൽക്കുന്നത് കൊണ്ട് നിയോഗങ്ങളെന്ന് പറയുന്ന വിഗ്രഹങ്ങൾ അതങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിയോഗങ്ങളെന്ന് പറയുന്ന മാലിന്യത്തിൽ, വിഗ്രഹങ്ങളിൽ നമ്മുടെ പാപത്തിൻ്റെ, പാപസ്വാധീനത്തിൻ്റെ മാലിന്യം ഇരിക്കും. ഒരു വ്യക്തി പറയുകയാണ്, എനിക്ക് ശുശ്രൂഷയിൽ ഇങ്ങനെ എത്തണം, പക്ഷെ എനിക്ക് അങ്ങനെ എത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ മാലിന്യത്തിൽ നിന്നാണ് ഞാൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ മാലിന്യത്തോടുകൂടെയേ ഞാൻ പ്രവേശിക്കുകയുള്ളൂ. നല്ല നിലമെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ ജീവിതത്തിൽ നല്ല നിലമെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഈ നല്ല നിലത്തിലേക്ക് പ്രവേശിക്കണം, നല്ല നിലത്തിലേക്ക് പ്രവേശിക്കണം. അഭിഷേകം സ്വീകരിക്കണം നമ്മൾ. അത് ശുശ്രൂഷ ജീവിതത്തിലാണെങ്കിലും, കുടുംബ ജീവിതത്തിലാണെങ്കിലും, സാധാരണ ജീവിതത്തിലാണെങ്കിലും, മധ്യസ്ഥ പ്രാർത്ഥനയിലാണെങ്കിലും, പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിലും അഭിഷേകത്തെ സ്വീകരിക്കണം. അഭിഷേകത്തെ സ്വീകരിക്കണമെങ്കിൽ അഭിഷേകം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയണം. പ്രിയപ്പെട്ടവരെ, അഭിഷേകം ചെയ്യുന്നത് കർത്താവായ ദൈവമാണെങ്കിൽ പാപം എന്ന് പറയുന്ന ആ പാപത്തിൻ്റെ അഭിഷേകം സാത്താനും നമ്മുടെ മേൽ ചെയ്തിട്ടുണ്ട്. ശുശ്രൂഷകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ ശുശ്രൂഷ സ്വീകരിക്കുന്ന നമ്മൾ
ഈ സ്വീകരിച്ച ശുശ്രൂഷയിൽ നിലനിൽക്കേണ്ടത് പിന്നീട് ശുശ്രൂഷകനിലൂടെയല്ല, സ്വീകരിച്ച വ്യക്തിയുടെ സ്വന്തം അവസ്ഥകളിൽ നിന്നുകൊണ്ടാണ്. ഹല്ലേലൂയ. സ്വീകരിച്ച വ്യക്തിയുടെ സ്വന്തം തീരുമാനത്തിലും താല്പര്യത്തിലുമാണ് നിലനിൽപ്പ് നിൽക്കുന്നത് സ്വന്തം തീരുമാനത്തിലും താല്പര്യത്തിലുമാണ്. ഈശോയ്ക്ക് നമ്മളെ നേടിയെടുക്കാനും ഈശോയുടെ സ്വന്തമാക്കാനും ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. ഓൾറെഡി അവൻ്റേതാണ് നമ്മൾ. പക്ഷേ അവനിൽ നിന്ന് അകൽച്ച പാലിക്കുക നമ്മൾ. എന്തിൻ്റെ പേരിൽ? പാപകാരണം മൂലം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശ്ലീഹ ഇവിടെ പറയുന്നത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. രണ്ടും ഞാൻ തന്നെയാണ്. എനിക്ക് പ്രവർത്തനത്തിൽ എൻ്റെ പാപത്തിൻ്റെ സ്വാധീനം എൻ്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് ഇടകലർത്താൻ പറ്റും. എന്നിലുള്ള തിന്മയുടെ സ്വാധീനം, എന്നിലുള്ള പാപത്തിൻ്റെ സ്വാധീനം തലമുറ വഴി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന പാപത്തിൻ്റെ സ്വാധീനം. എൻ്റെ അപ്പൻ ജഡികനാണ്, എൻ്റെ അപ്പൻ മദ്യപാനിയാണ്, എൻ്റെ അപ്പൻ അഹങ്കാരമുണ്ട്, എൻ്റെ അപ്പൻ അസൂയ ഉണ്ടെങ്കിൽ എന്നിൽ അതിനൊരംശമുണ്ട്. കാരണം ഞാൻ ഈ അപ്പൻ്റെ മകളാണ് അല്ലെങ്കിൽ അപ്പൻ്റെ മകനാണ്. അപ്പോൾ ഞാൻ ഈ ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. ശുശ്രൂഷയിൽ നിന്ന് ഒരു കുറച്ച് പ്രാർത്ഥനകൾ വഴി എൻ്റെ ദൈവം ശുശ്രൂഷ ജീവിതത്തിലേക്ക് വിളിക്കുന്നതെങ്കിൽ ഞാൻ ആദ്യം വിശുദ്ധീകരിച്ച് തുടങ്ങേണ്ടത് തലമുറകളെയാണ്. ഹല്ലേലൂയ. തലമുറകളെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ച് ആ തലമുറകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാതെ ശുശ്രൂഷ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നിലനിൽപ്പ് ഉണ്ടാവില്ല. നിങ്ങൾ എത്ര അഭിഷേകം സ്വീകരിച്ചാലും നിലനിൽപ്പുണ്ടാവില്ല. കാരണം തലമുറകളിൽ നിന്നുള്ള വിഹിതം കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ശുശ്രൂഷ ജീവിതത്തിൽ അഭിഷേകം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് നിരന്തരം ഒരു സഹായം കിട്ടിക്കൊണ്ടിരുന്നാലും ശുശ്രൂഷ ജീവിതത്തിൽ നിലനിൽപ്പുണ്ടാവില്ല. സ്ഥിരം ഒരു കണക്ഷൻ നിങ്ങൾ ശുശ്രൂഷ ജീവിതത്തിൽ ആരുമായിട്ടെങ്കിലും നിത്യവും ഒരു സന്തോഷം എനിക്ക് കിട്ടണം ഭൂമിയിൽ നിന്ന്, അതിനുവേണ്ടി ഒരു കണക്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിടും. ശുശ്രൂഷ ജീവിതത്തിൽ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഒന്ന് റിലാക്സേഷൻ ഇതുണ്ടെങ്കിലും ശുശ്രൂഷ ജീവിതത്തിൽ നിലനിൽപ്പുണ്ടാവില്ല. ശുശ്രൂഷ ജീവിതത്തിൽ നിലനിൽപ്പുണ്ടാകണമെങ്കിൽ കട്ട് ചെയ്യേണ്ടി വരും, പലതിനെ മുറിച്ച് മാറ്റേണ്ടി വരും. ഇവിടെ ഇങ്ങനെ ഇത് മയക്കും പിടിച്ചു നിൽക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ എത്ര പേരെ വെറുപ്പിച്ചിട്ടായി നിൽക്കണം നിങ്ങൾക്കറിയോ? എത്ര പേരെ വെറുപ്പിക്കണമെന്നറിയോ നിങ്ങൾക്ക്? അത് കുടുംബത്തിലും ബന്ധത്തിലും പരിചയത്തിലുമുള്ള എത്ര എണ്ണത്തിനെ വെറുപ്പിക്കാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം പല കണക്ഷനും ലോകത്തിലേക്ക് നമ്മളെ വലിക്കും, പല ബന്ധങ്ങളും ലോകാരൂപിലേക്ക് നമ്മളെ നയിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ചേരുന്നതിന് തടസ്സമായി നിൽക്കുന്നതിനെ മുറിച്ചു മാറ്റാത്തിടത്ത് ശുശ്രൂഷ ജീവിതം വിജയിക്കില്ല പ്രിയപ്പെട്ടവർ. ചില ശീലങ്ങളുണ്ട്, ആദ്യം മുതൽക്കേ ഉണ്ടായിരുന്ന ശീലങ്ങൾ ശുശ്രൂഷ ജീവിതത്തിലും ഉണ്ടെങ്കിൽ അവൻ ശുശ്രൂഷകനല്ല. ആദ്യം മുതൽക്കേ ഉണ്ടായ ശീലങ്ങൾ, എനിക്കിത് പണ്ടുതൊട്ടുള്ളൊരു ശീലമാണ്, എനിക്കിങ്ങനെ ഒരു വാസനയുണ്ട് എൻ്റെ ഉള്ളിൽ. ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ ഒന്നുകിൽ നീ ഇതിനെ കുഴിച്ചു മൂടണം, തല്ലിക്കെടുത്തണം. ഈ വാസനയും കൊണ്ട് ശുശ്രൂഷയ്ക്ക് വന്നാൽ ശുശ്രൂഷ ഈ വാസനയാൽ നിറഞ്ഞ ശുശ്രൂഷയായിരിക്കും നിന്നിൽ നിന്ന് മറ്റൊരുവൻ സ്വീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ചില കണക്ഷൻസ്, ചില ബന്ധങ്ങൾ, ചില ആഗ്രഹങ്ങൾ, ചില ശീലങ്ങൾ, ചില സ്വഭാവങ്ങൾ മാറ്റേണ്ടി വരും. ഈശോയോട് കൂടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിൽക്കുമ്പോൾ ആശ്വാസം കിട്ടുന്നത് തമ്പുരാനിൽ നിന്ന് മാത്രമായിരിക്കാൻ ശ്രമിക്കുക, പിന്നെ കുടുംബത്തിൽ നിന്ന്. ഇതിനപ്പുറത്ത് ഒരിടത്തു നിന്ന് ഒരു ആശ്വാസം, ഒരു ഷെയറിങ് നോ. പ്രാർത്ഥനാ ജീവിതത്തിൽ അത് നിന്നിലേക്ക് സാത്താനെ വിളിച്ചു വരുത്തും. നിൻ്റെ കാര്യങ്ങൾ നീ ഷെയർ ചെയ്യുമ്പോൾ നിൻ്റെ കുടുംബത്തിൽ മാത്രമേ പാടുള്ളൂ. നിൻ്റെ പേഴ്സണൽ ലൈഫ് നീ ഷെയർ ചെയ്യുന്നത് മറ്റൊരാളോട് ആകരുത്. ഹല്ലേലൂയ. എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നീ ആയിരിക്കുന്ന അവസ്ഥകൾ നീ ഷെയർ ചെയ്യുന്നെങ്കിൽ അത് തമ്പുരാനോട് മാത്രമായിരിക്കണം, നിൻ്റെ കുടുംബത്തോട് മാത്രമായിരിക്കണം. ഈ സർക്കിള് വിട്ട് ശുശ്രൂഷകൻ അൽമായൻ പുറത്ത് പോയാൽ പുറത്തു നിന്നൊരെണ്ണത്തിനെ വാങ്ങിക്കൊണ്ടേ പിന്നെ വീട്ടിലോട്ട് വരുള്ളൂ. ഈ സർക്കിള് വിട്ട് അൽമായൻ പുറത്തു പോയാൽ പുറത്തു നിന്നുള്ള അരൂപികളെ അവൻ പർച്ചേസ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തും, വെച്ച് വളർത്തുവൻ, വളമിട്ട് വളർത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന ഒരു സ്പിരിച്വൽ കൺട്രി ഉണ്ട്. ഈ സ്പിരിച്വൽ കൺട്രിയിൽ ആ കൺട്രിയുടേതായിട്ടുള്ള കുറേ റൂൾസ് ഉണ്ട്, റെഗുലേഷൻസും ഉണ്ട്. ഇതിൽ നിന്ന് പുറത്തു പോയി മൈഗ്രേറ്റ് ചെയ്ത ഒരെണ്ണത്തിനെ നമ്മൾ കൊണ്ടുവരിക.
ഈ ഒരു കൺട്രിയിലേക്ക് പുറത്തു പോയൊരു വർക്ക് മൈഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഈ വർക്ക് നല്ലതാണ്, ഇതിനെ മൈഗ്രേറ്റ് ചെയ്ത് ഇതിനെ ഞാനിങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇവിടെ വെക്കുക, ഇതിവിടെ ഇരിക്കട്ടെ, ഇതും കൂടി കൊള്ളാം, ഇതും കൂടി എൻ്റെ ശുശ്രൂഷ കുറച്ചുകൂടി ബലമാവും, ഇതും കൂടിയാണ് എൻ്റെ പ്രാർത്ഥന കുറച്ചുകൂടി ബലമാവും. ചില വ്യക്തികളെ കൊന്തകളിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ കിങ്ങിണി പോലെ തൂങ്ങിക്കിടക്കുന്ന കുറേ ലോക്കറ്റുകൾ. അമ്മയെ നിന്ദിക്കലാത്. കാരണം എന്താ? അമ്മ തന്നത് പോരാ, എൻ്റെ വക ഒന്നും കൂടി ഇരിക്കട്ടെ. അമ്മയെ നിന്ദിക്കുന്ന പ്രവൃത്തിയാണ്. ഇങ്ങനെ കുറേ ഈ തൂങ്ങിക്കിടക്കുന്ന ലോക്കറ്റുകൾ, തൂങ്ങിക്കിടക്കുന്ന ജപമാലകൾ കണ്ടിട്ടില്ലേ? വൃത്തികേട്, പരിശുദ്ധ അമ്മയുടെ അവസ്ഥകളെ നശിപ്പിക്കുന്ന വൃത്തികേട് കാണിക്കുന്നവർ, അമ്മ കൊടുത്ത സ്ട്രക്ചറിനെ മാറ്റുന്നത്, ഇതിലെല്ലാം പൈശാചികതയാണ്, ദൈവികതയല്ല. ദൈവം തന്നതിൽ നിന്നൊരു മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അത് പിശാചിനെ പറ്റുള്ളൂ. ദൈവം തന്നതിനെ തിരുത്താൻ മനുഷ്യൻ ആളല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്നതിനെ തിരുത്തി ഇതും കൂടെ ഇരിക്കട്ടെ. ചിലരുടെ താലിമാലയിൽ ഒരു ലോക്കറ്റ് കിടക്കുന്നതാണ്. ഈ താലിമാല കിടക്കുന്ന ലോക്കറ്റ് എന്തിനാ? താലിമാലയിൽ ആരാ ലോക്കറ്റ് ഇടണേ? താലിയോട് കൂടെ ആരും ലോക്കറ്റ് ഇടും? അവിടെ ആരാ അതിട്ടത്? അപ്പം താലി എന്താ? പ്രിയപ്പെട്ട ദൈവജനമേ, എല്ലാത്തിലും ഇപ്പോൾ ഒരു ലോക്കറ്റ് കയറി വരുന്നുണ്ട്. എല്ലാത്തിലും. എവിടെന്നാ? പൈശാചികതയാണ്, ദൈവികതയല്ലത്. അതിനകത്ത് മാതാവൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, തമ്പുരാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൻ്റെ സ്ട്രക്ചർ മാറ്റല്ലേ. ഞാൻ പറഞ്ഞു, സാത്താൻ കടന്നു വരുന്ന വഴി നിന്റെ പ്രാർത്ഥനാ വഴി തന്നെയിലൂടെ സാത്താൻ നിന്നിലേക്ക് കടന്നു വരാം. നിന്റെ ബോധ്യങ്ങൾ, നീ പറയുന്ന ശരികൾ സാത്താൻ തന്നാണോ ഇല്ലയോ എന്ന് നീ ചിന്തിക്ക്, നീ ഒന്ന് ആലോചിക്ക്. നിന്റെ ശരികൾ, നിന്റെ തീരുമാനങ്ങൾ, നീ എടുക്കുന്ന പ്രാർത്ഥനകൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന ഇതും കൂടി ആഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന രീതികൾ, നിലവിൽ സഭ തന്ന പ്രാർത്ഥനയ്ക്ക് പകരമായി ആ പ്രാർത്ഥനയിൽ ഞാൻ എൻ്റേതൊന്ന് തിരികെ കയറ്റുന്ന അവസ്ഥകൾ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് സാത്താൻ്റെ അരൂപികളാണ്. മാനുഷികതയിലൊന്നും ഒരു വെളിപാടും നമ്മൾ കേറ്റണ്ട. ദൈവം തന്നത് പൂർണ്ണമായ അവസ്ഥയിൽ തന്നതിന് എൻ്റെ വക ഇതുകൂടെ ഒന്ന് തിരികെ കയറ്റാൻ നോക്കുക. എല്ലാത്തിലും വേണ്ട, അതിൻ്റെ സ്ട്രക്ചർ മാറ്റണ്ട. അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതിൽ നിന്ന് കിട്ടുന്ന അഭിഷേകം നീ സ്വീകരിക്കുക. നിൻ്റെ അഭിഷേകത്തെ അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട പ്രിയപ്പെട്ടവരെ. നിൻ്റെ അഭിഷേകത്തെ അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നിടത്ത് നിന്നിൽ പ്രവർത്തിക്കുന്ന തിന്മകൾ നിന്നിൽ അത് ചാർജ് എടുക്കും. അത് നിന്നെ നിർമൂലനാശമാക്കുന്നത് വരെ നിന്നെ വിട്ടു പോകത്തില്ല. എന്നിലും നിങ്ങളിലും പാപത്തിൻ്റെ പ്രവണതയുണ്ട്. നമ്മൾ എത്ര വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാലും ഈ സ്വാധീനം മരണം വരെ കൂടെയുള്ളതാണ്. മരണം വരെ. ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്താൻ തടസ്സം നിൽക്കുന്നത് ശരീരമാണെന്നുള്ളത് മറക്കരുത്. ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്താൻ നമുക്ക് തടസ്സം നിൽക്കുന്നത് പുറത്തു നിന്നൊരു ശക്തിയല്ല, നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ്. നമ്മുടെ ആലോചനകളിലും ചിന്തയിലും ബുദ്ധിയിലും പ്രവർത്തിക്കുന്ന ശക്തിക്ക് മാത്രമേ ആത്മാവിനെ തടസ്സപ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ശക്തിക്കല്ലാതെ മറ്റൊരു ശക്തിക്കും നമ്മളിലുള്ള ദൈവാത്മാവിനെ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഒരു ലോകത്തിലുള്ള തിന്മയുടെ ശക്തിക്കും നമ്മുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നതിന് തടസ്സം നിൽക്കാൻ പറ്റില്ല. നമ്മളിൽ തന്നെയുള്ള, നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള വാസനകളാകുന്ന ശക്തികൾക്ക് മാത്രമേ, എൻ്റെ ബുദ്ധിയിലും ആലോചനകളിലും എൻ്റെ തീരുമാനങ്ങളിലും എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും കുടികൊള്ളുന്ന ശക്തികൾക്ക് മാത്രമേ എൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് എത്തുന്നതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ലോകത്തിലെ ശക്തിക്കും പറ്റില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണിത്. ഇതിന് പാപസ്വാധീനം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്വാധീനമേ ഈ ആത്മാവിനെ കെട്ടിയിടുള്ളൂ. പുറമേ നിന്ന് വന്ന് ഒരെണ്ണം ഇതിനെ കെട്ടിയിടത്തില്ല. നീ 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 നിന്നിൽ തന്നെ ഉണ്ട്. നിന്നെ നാശത്തിലേക്ക് നയിക്കാനുള്ളവൻ നിന്നിൽ തന്നെ ഉണ്ട്. പുറത്തുനിന്നൊരു തിന്മയുടെ ശക്തിയുടെ ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടാൻ നമ്മൾ കുറേ നേടും. നമ്മൾ കുറേ നേടി, കുറേ ആത്മാക്കളെയൊക്കെ കെട്ടി. അവനവൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എവിടെ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. നമ്മളെങ്ങും എത്തിയിട്ടില്ല. നമ്മളിപ്പോഴും ബിഗിനിങ് സ്റ്റേജിലാണ്. സാവൂളിൽ നിന്ന് നമ്മളിപ്പോഴും പൗലോസിലേക്ക് എത്തിയിട്ടില്ല. സകല ശുശ്രൂഷകരെയും കർത്താവ് സാവൂളിൽ നിന്ന് പൗലോസിലേക്ക് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോഴും സാവൂളായിരിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെ പൗലോസാക്കാൻ ശ്രമിക്കുമ്പോഴും സാവൂളാക്കാൻ ദൈവം നമ്മൾ സ്വയം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക സാവൂളാകാൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളിൽ പ്രാർത്ഥനകളുടെ അഭിഷേകവും
നിയോഗത്തിൻ്റെ കണ്ണുനീരും. ഇതിന് അപ്പുറത്തേക്ക് പാപത്തിൻ്റെ മാലിന്യം മിക്സ് ചെയ്യാൻ ഇടവരുത്തരുത്. നിങ്ങളുടെ നിയോഗങ്ങളിൽ പാപത്തിൻ്റെ മാലിന്യം മിക്സായിട്ടുണ്ടോ, ആ നിയോഗങ്ങൾ എന്നും സാത്താന് സമർപ്പിക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിയോഗം സാത്താന് കൊടുക്കുന്നത്, ആ നിയോഗം എന്നിലേക്ക് കടന്നു വന്ന അവസ്ഥ പാപാവസ്ഥയിലാണ് ഒരു നിയോഗം എന്നിലേക്ക് കടന്നു വന്നതെങ്കിൽ ആ നിയോഗം സാത്താൻ്റേതാണ്, സാത്താനാൽ മിക്സായിട്ടുള്ള നിയോഗമാണ്. നിയോഗത്തിൽ നിന്ന് സാത്താൻ്റെ കണ്ടൻറ്റ് മാറ്റി നിയോഗം വേറെ സാത്താൻ വേറെ ആയാൽ മാത്രമേ ഈ നിയോഗത്തെ ക്രിസ്തുവിന് കൊടുക്കാനും അവനത് സോൾവ് ചെയ്യാനും പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ ഒരു നിയോഗവും നടക്കില്ല, ഓപ്പൺ ആവില്ല. നിയോഗത്തിൽ നിന്ന് സാത്താൻ്റെ ആ ഒരു മാലിന്യത്തെ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നിയോഗം ദൈവത്തിന് സമർപ്പിച്ചാൽ ദൈവം ആ നിയോഗം പൂർത്തീകരിച്ചു തരും. അല്ലാത്തിടത്തൊന്നും നിയോഗങ്ങൾ നടക്കില്ല. ആ നിയോഗം എന്നും എക്കാലത്തും നിയോഗമായിട്ട് തന്നെ നിൽക്കും. ചിലർ കണ്ടിട്ടില്ലേ, സ്വന്തമായിട്ടൊരു വീട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് 10, 15, 20 വർഷമൊക്കെയാണ്, കിട്ടില്ല. കാരണം ഇവരാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗത്തിൽ പാപത്തിൻ്റെ മാലിന്യത്തിൻ്റെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലെല്ലാം ദൈവത്തിന് ഇടപെടാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഇടപെടാൻ പറ്റില്ല. ഞാനിപ്പോൾ നല്ല പാപത്തിൽ നിൽക്കുക, പക്ഷേ എനിക്ക് എല്ലാ സുഖസൗകര്യങ്ങളെല്ലാം ഉണ്ട്, എനിക്ക് നല്ല ജോലിയുണ്ട്, എനിക്ക് നല്ല വരുമാനമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഞാൻ പാപത്തിൻ്റെ മാലിന്യത്തിൽ നിൽക്കുക. ഈ പാപത്തിൻ്റെ മാലിന്യത്തിൽ ഞാനിങ്ങനെ നിൽക്കുക, ബാക്കി ജോലിക്കെല്ലാം നല്ല ഉറപ്പുണ്ട്, ഒന്നും പോകുന്നില്ല. ഈ പാപത്തിൻ്റെ മാലിന്യത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ടെർമിനേറ്റ് ചെയ്യുക. ഒരു കാരണവുമില്ല, എന്തെങ്കിലും ഒരു കാരണം അവർ പറഞ്ഞിട്ട് കുറച്ച് പേരെ ടെർമിനേറ്റ് ചെയ്തു. ആ കൂട്ടത്തിൽ ഞാനും പെട്ടു. അപ്പോൾ എനിക്കൊരു നിയോഗം, പുതിയൊരു നിയോഗം എൻ്റെ ജീവിതത്തിൽ ഉത്ഭവം ചെയ്യപ്പെടുകയാണ്. പുതിയൊരു നിയോഗം എൻ്റെ ജീവിതത്തിലേക്ക് പൊന്തി വരിക. എന്താ? എനിക്കൊരു ജോലി വേണം. ഈ ജോലി എന്ന് പറയുന്ന നിയോഗം എന്നിലേക്ക് വന്നത് എപ്പോഴാണ്? എൻ്റെ പാപത്തിൻ്റെ മാലിന്യത്തിൽ ഞാനായിരിക്കുന്ന സമയത്താണ് എൻ്റെ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തത്. അപ്പോൾ എന്നെ ടെർമിനേറ്റ് ചെയ്ത് എനിക്ക് ജോലി നഷ്ടപ്പെട്ട ആ അവസ്ഥയും എൻ്റെ പാപത്തിൻ്റെ മാലിന്യവും രണ്ടും കൂടെ മിക്സായി ഒരു നിയോഗമായിട്ടത് മാറ്റപ്പെട്ടു. ഈ നിയോഗമായിട്ട് ഈ മാറ്റപ്പെട്ട ഈ നിയോഗത്തെ ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ കൊണ്ടുവയ്ക്കുക. അപ്പോഴും പാപത്തിൻ്റെ മാലിന്യം എന്നിലുണ്ട്. ഈ നിയോഗത്തെ എടുത്ത് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട്, കർത്താവ് എനിക്ക് ജോലിയില്ല, എനിക്ക് ജോലിതാ, എനിക്ക് ജോലിയില്ല, എനിക്ക് ജോലിതാ. ഞാനിത് തന്നെ പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ഞാൻ കുർബാന ചെല്ലിക്കുന്നു, അതിനുവേണ്ടി ഞാൻ കുരിശിൻ്റെ വഴി ചെല്ലുന്നു, ജപമാല ചെല്ലുന്നു, കരുണക്കൊന്ത ചെല്ലുന്നു. കരുണയ്ക്ക് തടസ്സം വരുന്നത് എപ്പോഴാണ്? നിയോഗത്തിൻ്റെ മേൽ പാപത്തിൻ്റെ മാലിന്യം ഉണ്ടെങ്കിൽ കരുണയ്ക്ക് തടസ്സം വരും. ഈ നിയോഗം കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ദൈവമേ സാധിച്ചാന്ന് പറഞ്ഞ് സാധിച്ച് കിട്ടില്ല പ്രിയപ്പെട്ടവരത്. കാരണം അതിനകത്ത് പാപത്തിൻ്റെ മാലിന്യമുണ്ട്. കർത്താവിന് എങ്ങനെ അതിലേക്ക് ഇറങ്ങി വരാൻ പറ്റും? കർത്താവിന് എങ്ങനെ അതിലേക്ക് ഇറങ്ങി വരാൻ പറ്റും? കർത്താവ് ഇറങ്ങി വരാൻ നോക്കും. അഗ്നി ഇറങ്ങി ദഹിപ്പിക്കാൻ പറ്റണമെങ്കിൽ അത് വിറകായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ബലി കാഴ്ചവെക്കുമ്പോൾ ആ ബലിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അബ്രഹാം അർപ്പിച്ച, ഏലിയ അർപ്പിച്ച, സോളമൻ അർപ്പിച്ച ബലിയായിട്ട് അത് മാറ്റപ്പെടണം. അഗ്നി ഇറങ്ങി അത് ദഹിപ്പിക്കണമെങ്കിൽ വിറകായിട്ട് നിന്ന് കൊടുക്കണം തമ്പുരാൻ്റെ മുമ്പിൽ. പ്രിയപ്പെട്ടവരെ, ഇത് കൊണ്ടുപോയി വെച്ചാൽ യേശുവിന് അതിനെ തൊടാൻ പോലും പറ്റില്ല. കർത്താവിന് തൊടാൻ പറ്റാത്ത രീതിയിൽ ചില സാഹചര്യങ്ങളെ കെട്ടിയിടാൻ മനുഷ്യ നിനക്ക് പറ്റും. എങ്ങനെയാ? നീ പാപം മിക്സ് ചെയ്ത് അതിനെ കൊണ്ട് വെച്ചാൽ മതി, തമ്പുരാൻ തൊടത്തില്ല. യേശുവിന് ഇടപെടാൻ പറ്റാത്ത രീതിയിൽ നിന്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പലതിലും നിനക്ക് നിന്റെ പാപത്തിൻ്റെ നിന്റെ പാപത്തിൻ്റെ കെട്ടിട്ട് നിനക്ക് മുറുക്കാൻ പറ്റും. ദൈവം ആഗ്രഹിക്കും ഇതിനെ ഒന്ന് തിരുത്താൻ, ദൈവം ആഗ്രഹിക്കും ഇതൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കുക, ദൈവം ആഗ്രഹിക്കും ഇതിലൊന്ന് ഇടപെടാൻ പറ്റില്ല. കാരണം എന്താ? നിന്റെ പാപത്തിൻ്റെ മാലിന്യം മിക്സ് ചെയ്തിട്ടാണ് നീ ഇതിങ്ങനെ നിയോഗമായിട്ട് കൊണ്ടുപോയി ദൈവത്തിൻ്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ച് വെക്കുക. ഇത് പ്രതിഷ്ഠയാണ്. ഈ നിയോഗം പ്രതിഷ്ഠയായി. ഈ നിയോഗം ഒരു പ്രതിഷ്ഠയായിട്ട് നിൽക്കുക. ഇത് പിന്നെ ഈ നിയോഗത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കും. ഞാൻ കൈകൂപ്പുന്നത് ഈ നിയോഗത്തിന് വേണ്ടി, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ നിയോഗത്തിന് വേണ്ടി, ഞാൻ പരിഹാരം ചെയ്യുന്നത് ഈ നിയോഗത്തിന് വേണ്ടി, എൻ്റെ ധ്യാനം ഈ നിയോഗത്തിന് വേണ്ടി, എൻ്റെ പരിശുദ്ധ ബലി ഈ നിയോഗത്തിന് വേണ്ടി. അപ്പോൾ ആ നിയോഗം ആരായി? വിഗ്രഹമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പ്രതിഷ്ഠിക്കുന്നത് ആരുടെ മുമ്പിലാണ്? ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ട് ഞാൻ പ്രതിഷ്ഠിക്കുക. എനിക്കിത് വേണം, എനിക്കിത് വേണം, പ്രതിഷ്ഠിച്ചു വെക്കുക തമ്പുരാൻ്റെ മുമ്പിൽ. ഈ പ്രതിഷ്ഠ കർത്താവ് എങ്ങനെ സ്വീകരിക്കും പ്രിയപ്പെട്ടവരെ? സ്വീകരിക്കാൻ പറ്റില്ല. ഈ പ്രതിഷ്ഠയെ സ്വീകരിക്കാൻ ദൈവത്തിന് പറ്റില്ല. കാരണം എൻ്റെ പാപത്തിൻ്റെ മാലിന്യം മിക്സാ.
പല കുടുംബങ്ങളിലും കര കയറാൻ പറ്റാത്ത രീതിയിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതിന് കാരണം ഇതാണ്. പല കുടുംബങ്ങളിലും ഒരെണ്ണം മതി, മദ്യപിക്കുന്ന ഒരെണ്ണം ഉണ്ടാവും ചില കുടുംബങ്ങളിൽ. ഈ മദ്യത്തിൻ്റെ അരൂപിൽ നിൽക്കുകയാണ് ആ കുടുംബത്തിലേക്ക് ഒരു പ്രത്യേക നിയോഗം കടന്നു വരുന്നത്. ഈ മദ്യത്തിൻ്റെ അരൂപിൽ ഒരു വ്യക്തിയായിരിക്കും ഒരു കുടുംബത്തിൽ മദ്യപിക്കുന്നത്. നിയോഗം കുടുംബത്തിൻ്റെതായിരിക്കണം. ഇപ്പോൾ ഒരു ഭവനം വേണം, സ്വന്തമായിട്ടൊരു ഭവനം വേണം. സ്വന്തമായിട്ടൊരു ഭവനം എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതല്ല, ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും താമസിക്കുന്നതിൻ്റെ പേരാണ് ഭവനം. അപ്പോൾ മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഒരുമിച്ച് താമസിക്കുന്നതിൻ്റെ പേരാണ് ഭവനം. ഈ നിയോഗം ഒരു കുടുംബത്തിലേക്ക് ഈ നിയോഗം വരുന്നു. ഈ നിയോഗം വരുന്ന സമയത്ത് ഈ കുടുംബത്തിൽ ഭിന്നിപ്പുണ്ട്, ഭാര്യയും ഭർത്താവും ചേരുന്നില്ല. ഈ നിയോഗം ഈ കുടുംബത്തിലേക്ക് വന്ന സമയത്ത് ഈ കുടുംബനാഥൻ മദ്യപാനിയാണ്. ഈ നിയോഗം വരുന്ന സമയത്ത് ഈ കുടുംബത്തിലെ ഗൃഹനാഥ അഹങ്കാരിയും മറ്റു പല വേഴ്ചകളിലും ഉണ്ടെങ്കിൽ ഈ നിയോഗം കടന്നു വരുന്നത് ഈ പാപ അവസ്ഥയുടെ നടുക്കോട്ടാണ്. ഈ നിയോഗം ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇവർക്കൊരു ഭവനം വേണമെന്ന് പറയുന്ന ഈ നിയോഗത്തിൽ ഈ പാപം, അപ്പൻ്റെ മദ്യപാനം, അമ്മയുടെ അഹങ്കാരം, മക്കളുടെ ദൂർത്ത്, ഇതെല്ലാം ഈ നിയോഗത്തിലേക്ക് കയറി ചാർജ് എടുക്കുമ്പോൾ ഈ നിയോഗം എന്തായി? ഈ നിയോഗം മുഴുവനും പാപ പങ്കിലമായി. ഇത് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുത്തിട്ട് പറയും, കർത്താവ് എനിക്കൊരു വീടില്ല, ഈ നിയോഗത്തിൻ്റെ മേൽ നീ ഇടപെട്, നീ ഇറങ്ങി വാ, നീ ഇങ്ങനെ ചെയ്, നീ അങ്ങനെ ചെയ്. ഒന്നും ചെയ്യില്ല. കാരണം എന്താ? എൻ്റെ പാപം മൂലം ഞാൻ കെട്ടിയിട്ടിരിക്കുന്നതിനെ കർത്താവിന് എങ്ങനെ അഴിക്കാൻ പറ്റും? ഞാൻ അഴിച്ചു മാറ്റി ഫ്രഷായിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ ഒന്ന് തൊട് എന്ന് പറഞ്ഞാൽ അതിൽ തൊടും കർത്താവ്. ഊനമറ്റത് വേണം. കായനും ആബേലും ബലിക്ക് വേണ്ടി സ്വരുക്കൂട്ടിയപ്പോൾ ആബേലിൻ്റെ ബലിയിലേക്ക് കർത്താവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ട് ബലി അവന് സ്വീകരിക്കാൻ പാടില്ലേ? രണ്ട് ബലി അവന് സ്വീകരിക്കാൻ പാടില്ല. കർത്താവിന് ശക്തി ഉണ്ടായിട്ട് എന്തുകൊണ്ട് കായനിലും അവൻ്റെ ബലിയിലും ദൈവം പ്രസാദിച്ചില്ല? പ്രിയമുള്ള ദൈവജനമേ, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നിന്ന് വന്നവരല്ലേ കായനും ആബേലും? എന്തുകൊണ്ട് കായൻ്റെ ബലിയിൽ പ്രസാദിക്കാതെ ആബേലിൻ്റെ ബലിയിൽ മാത്രം തമ്പുരാൻ പ്രസാദിക്കാൻ കാരണമെന്താ? ബലി അർപ്പിക്കുമ്പോൾ ബലി വസ്തുവിന് പ്രാധാന്യമുണ്ട്. ഞാൻ അർപ്പിക്കുന്ന ബലികളിൽ ഞാനാകുന്ന ബലി വസ്തുവിൻ്റെ പ്രാധാന്യമാണ് ക്രിസ്തു നോക്കുന്നത്. ബലി വസ്തുവാകുന്ന ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ഞാൻ വെക്കുന്നത്. എനിക്ക് ജോലി വേണമെങ്കിൽ ഞാൻ സമർപ്പിക്കേണ്ടത് ജോലി എന്ന് പറയുന്ന ഇൻറ്റൻഷനേ അല്ല, എന്നെ സമർപ്പിക്കണം. എന്നെ സമർപ്പിക്കുമ്പോൾ എന്നിലുള്ള മാലിന്യങ്ങൾ മാറ്റി എൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ കൊടുക്കുമ്പോൾ അതായിരിക്കണം നമ്മുടെ നിയോഗം. എനിക്ക് ഭവനം വേണം, ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കണം. ഈ ആത്മാവിന് ഭവനം വേണം. ഈ ശരീരത്തിനല്ല ഭവനം, ഈ ആത്മാവിന് ഈശോയെ ഭവനം വേണം. എൻ്റെ മകന് ജോലി വേണം, അവൻ്റെ ആത്മാവിനെ സമർപ്പിക്കണം. അവൻ്റെ അവസ്ഥകൾ വിശുദ്ധീകരിക്കപ്പെട്ടവൻ്റെ ആത്മാവിനെ സമർപ്പിച്ചാൽ അവിടെ കർത്താവ് ഇറങ്ങി വരും. അല്ലാത്തിടത്തെല്ലാം വിഗ്രഹങ്ങളായ നിയോഗങ്ങളെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാത്തിടത്തെല്ലാം പാപത്തിൻ്റെ വിഗ്രഹങ്ങളാകുന്ന നിയോഗങ്ങളെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന നിയോഗങ്ങളെയാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തെയല്ല നമ്മുടെ ആരാധനകൾ പോകുന്നത്, ദൈവത്തിൻ്റെ ത്രിയേക ദൈവത്തിലേക്കല്ല. കാരണം ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, നിയോഗങ്ങൾ. നമ്മുടെ ഇത് തന്നെയാണ് ശുശ്രൂഷ ജീവിതത്തിലും. എനിക്ക് കൃപ കിട്ടിയ അവസരത്തിൽ ഞാൻ കൃപ സ്വീകരിച്ചു. സാവൂളായിരുന്ന എന്നെ കർത്താവ് പൗലോസാക്കി കൃപ തന്നു. ഈ കൃപ എന്നിലായിരിക്കെ ഈ കൃപയിലേക്ക് വീണ്ടും പഴയ സാവൂളിനെ ഞാൻ വലിച്ചിടും. കൃപ കിട്ടിയ വ്യക്തി കൃപയെ മിസ്യൂസ് ചെയ്യും. കൃപ കിട്ടിയ വ്യക്തി കൃപയെ മിസ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആട്ടെ, ഒന്ന് ഉറങ്ങിയിട്ട് മതി, ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് മതി. കൃപയെ മിസ്യൂസ് ചെയ്യാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും. പ്രാർത്ഥനാ ചൈതന്യം ദൈവം തന്നു, പ്രാർത്ഥനാ ചൈതന്യത്തെ നമ്മൾ മിസ്യൂസ് ചെയ്തു. പെട്ടെന്നൊരു വ്യക്തി വിളിച്ചിട്ട് പോലെ പ്രാർത്ഥിക്കില്ല, എനിക്ക് സമയമില്ല, എനിക്ക് വേറെ പണിയുണ്ട്. പ്രിയമുള്ളവരെ, എന്ത് ദൈവം തന്നുവോ അത് ദൈവത്തിനുള്ളതാണ്. അത് മകനായാലും മകളായാലും അപ്പനായാലും അമ്മയായാലും ജോലിയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും ദൈവം തന്നത് മുഴുവൻ ദൈവത്തിനുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. ദൈവം തന്നത് മുഴുവൻ ദൈവത്തിനുള്ളതാണ്. നിനക്ക് തന്നതല്ല, നിന്നെ ഏൽപ്പിച്ചതാ. ദൈവം നിനക്ക് തന്നത് എടുത്തോ എന്ന് പറഞ്ഞൊന്നും ദൈവം നിനക്ക് തന്നിട്ടില്ല. ഏൽപ്പിച്ചത് മാത്രമാണ്. എല്ലാം ശുശ്രൂഷ ഉൾപ്പെടെ ഏൽപ്പിച്ചതാണ്. പ്രാർത്ഥനാ ജീവിതം ഉൾപ്പെടെ ഏൽപ്പിച്ചതാണ്. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചതാണ്, തന്നതല്ല. തന്നതായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഏൽപ്പിച്ചത് എന്തിനാ? തിരികെ കൊടുക്കണം. സൂക്ഷിച്ചോ, ഞാൻ ചോദിക്കുമ്പോൾ തന്നാൽ മതി. ഇതാണ് ഏൽപ്പിക്കൽ. ഞാൻ ചോദിക്കുമ്പോൾ തന്നാൽ മതി, പിടിച്ചോ. അപ്പോൾ ഈശോ പരിശുദ്ധാത്മാവിനെ തന്നു. ഈശോ ചോദിക്കാൻ വരുന്നത് എങ്ങനെയാണ്? ഒരാത്മാവിനെ വിടും.
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ ചോദിക്കുക, നിനക്ക് തന്ന പരിശുദ്ധാത്മാവിനെ ഈശോ തിരിച്ചു ചോദിക്കുന്ന രീതിയാണ്. ഈ ആത്മാവിനെ വിട്ടിട്ട് നിൻ്റെ അടുത്ത് വരും, എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? നിനക്ക് തന്ന പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് പകരപ്പെടും. കർത്താവ് അതും കൊണ്ട് തിരിച്ചു പോകും. ഈശോ തന്നതെല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്. സ്ഥായിയായി നിന്നിൽ നിലനിൽക്കാൻ ഒന്നും ഈശോ തന്നിട്ടില്ല. പരിശുദ്ധാത്മാവ് ഉൾപ്പെടെ തന്നു, നിനക്ക് തന്നിട്ട് തിരിച്ചു ചോദിക്കും. എങ്ങനെ? കുറേ പേരെ വിടും നിന്നിലേക്ക്, വീണ്ടും നിന്നിലേക്ക് തരും, എന്നിട്ട് കുറച്ച് പേരെ വീണ്ടും നിന്നിലേക്ക് വിടും. നീ കൊടുത്ത് അവരുടെ കൈകളിൽ കൊടുത്ത് ഈശോയെ ഏൽപ്പിക്കണം. ഇതാണ് ശുശ്രൂഷ ജീവിതം. ഈശോയ്ക്ക് കുറേ പേരെ ഭൂമിയിലേക്ക് ഇടില്ല. എല്ലായിടത്തും കർത്താവിന് വന്ന് നേരിട്ട് വന്ന് കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈശോ എന്ത് ചെയ്തു? കർത്താവ് ഓരോരുത്തർക്ക് ഓരോ ലാൻഡിൽ ഓരോ ദേശത്ത് ഓരോ പ്രവാചകനെ കർത്താവ് സൃഷ്ടിച്ചു. ഓരോ ദേശത്തിന് വേണ്ടി ഒരു പ്രവാചകനെ സൃഷ്ടിച്ചു. ഈ പ്രവാചകൻ ആ ദേശത്തിൻ്റെ പ്രവാചകനെ പ്രവാചകനായിട്ട് സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഒരു പ്രവാചകനെ സമീപിക്കുമ്പോൾ പ്രവാചകനായിട്ട് സ്വീകരിച്ചിട്ട് സമീപിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകൻ പ്രവാചക ദൗത്യം ഉള്ളവനാണ്. പ്രവചിക്കുന്നവൻ പ്രവാചകൻ, അല്ലെങ്കിൽ പ്രവചന ദൗത്യമുള്ളവൻ പ്രവാചകൻ. ആ പ്രവാചകനെ പ്രവാചകനായിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കുന്ന മനോഭാവം അനുസരിച്ചാണ് പ്രിയപ്പെട്ടവരെ പ്രവചനങ്ങൾ എന്നിൽ പൂർത്തിയാവുകയുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ശുശ്രൂഷകൻ നടത്തി എന്ന് പറയാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത്? ശുശ്രൂഷകൻ പറയും, പരിശുദ്ധാത്മാവ് നിന്നോട് ഇങ്ങനെ പറയുന്നു. പ്രവചനമായി, ഇത് പ്രവചനമായി. മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് പ്രവാചകൻ പ്രവചിച്ചു, പ്രവചനമായി. ഈ പ്രവചനം സ്വീകരിച്ച വ്യക്തി പ്രവാചകനെ നിന്ദിക്കുകയും പ്രവചനം സ്വീകരിക്കുകയും ചെയ്താൽ ആ പ്രവചനം നിർവീര്യമായി നടക്കില്ല. പ്രവാചകനെ സ്വീകരിച്ചിട്ട് പ്രവചനം സ്വീകരിക്കുക. പ്രവാചകനെ നിന്ദിക്കുന്നവൻ പ്രവചനത്തെ പ്രതീക്ഷിക്കരുത്. പ്രവാചകനെ നിന്ദിച്ചിട്ട് പ്രവചനത്തെ പ്രതീക്ഷിക്കരുത്. ഇന്ന് സഭയിൽ നടക്കുന്നത് ഇതാണ്. പ്രവാചകനെ നിന്ദിക്കുകയും പ്രവചനത്തെ സ്വീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഇന്ന് സഭയിൽ നടക്കുന്നത്. പരിശുദ്ധ ബലിക്കെതിരെ തിരിയുന്നതും ഈ പ്രവചന ദൗത്യത്തിന് എതിരായിട്ടാണ്. നമ്മൾ പരിശുദ്ധ ബലി അർപ്പണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നമുക്കറിയാം. ഈ തർക്കങ്ങൾ അവിടെയല്ലേ, എൻ്റെ രൂപതയിലല്ലല്ലോ. എൻ്റെ രൂപത സൂപ്പറാണ്, ഞാൻ അതിനെപ്പറ്റി കുറ്റം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ബലി അർപ്പിക്കാൻ പോവാ, ഒരു ഗുണവുമില്ല. പ്രവാചകനെ പ്രവാചകനായിട്ട് സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും. പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും. എൻ്റെ നാമത്തിൽ വരുന്നവന് ഒരു പാത്രം വെള്ളം നീ കുടിക്കാൻ കൊടുക്കണം. എൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിലായിരിക്കണം പക്ഷേ അവൻ വരേണ്ടത്. യേശുവിൻ്റെ നാമത്തിൽ വരുന്നവൻ യേശുവിൻ്റെ സ്വഭാവം കാണിക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ വരികയും ലൂസിഫറിൻ്റെ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പച്ചവെള്ളം കൊടുക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ വരികയും ലൂസിഫറിൻ്റെ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നവരുണ്ട്, പച്ചവെള്ളം കൊടുക്കരുത്, കയറ്റരുത് വീട്ടിൽ. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ വന്ന് യേശുവിൻ്റെ വ്യക്തിത്വം കാണിക്കുന്നുണ്ടെങ്കിൽ നീ കൊടുക്ക്, തിരിച്ചു കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് നിൻ്റെ മടിയിൽ തമ്പുരാൻ ഇട്ടു തരും. നീ എന്തു കൊടുക്കുന്നുവോ അത് നിനക്ക് തിരിച്ചു കിട്ടും. നീ അർപ്പിക്കുന്ന ഒരു പ്രവാചകൻ്റെ അടുത്ത് നീ കൊടുക്കുന്ന നിയോഗങ്ങളനുസരിച്ച് നിനക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ എല്ലാം ശുശ്രൂഷകർക്ക് കൊടുക്കുന്നതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ഇൻറ്റൻഷൻസാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പേഴ്സണൽ ഇൻറ്റൻഷൻസ് തന്നെ തിരികെ കൂടി വരും. നിങ്ങൾക്കറിയില്ല, അതിനകത്തൊരു സീക്രസി ഉണ്ട്. നിങ്ങൾ ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട്, ഒരു ശുശ്രൂഷകൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, എനിക്ക് വീടില്ല, ഈ വീടില്ല, എനിക്ക് രോഗമാണ്. എന്ത് നിയോഗം നിങ്ങൾ സമർപ്പിക്കുമ്പോഴും ഒരു സ്പിരിച്വൽ ഇൻറ്റൻഷനെ കൂടാതെ സമർപ്പിക്കരുത്. തിരിച്ചടി വരും പ്രിയപ്പെട്ടവരെ. ഏത് നിയോഗവും നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അതിന് കൂട്ടായി ഒരാത്മീയ നിയോഗം കൂടെ വെച്ചിട്ടുണ്ടാകണം. ഭൗതിക നിയോഗം സമർപ്പിക്കുന്ന വ്യക്തിക്ക് ഈ ഭൗതിക നിയോഗം സാധിച്ചു കഴിഞ്ഞ ഉടനെ അടുത്ത ഭൗതിക നിയോഗം വരും. ഉറപ്പാണതങ്ങനെ തന്നെയാണ്, ഒരു ഡൗട്ടുമില്ല. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ എന്ത് വേണം? ഈ ഭൗതിക നിയോഗം വീണ്ടും വരാതിരിക്കാൻ ഞാൻ സമർപ്പിക്കുന്ന ഭൗതിക നിയോഗത്തോടുകൂടെ എൻ്റെ ആത്മീയ നിയോഗം ഉൾച്ചേർത്തിട്ടുണ്ടാകണം. എൻ്റെ ആത്മീയ നിയോഗവും ഭൗതിക നിയോഗവും, കർത്താവ് എനിക്കൊരു വീട് വേണം, എനിക്ക് ഈ ഒരു കൃപയും വേണം, സമർപ്പിക്ക്, പെട്ടെന്ന് നടക്കും. ഈ കൃപ എന്ന് പറയുന്ന നിയോഗം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഭൗതിക നിയോഗം സാധിച്ചു കിട്ടുന്നതിന് തടസ്സമായിട്ടുള്ള പാപമാലിന്യം നിന്നെ വിട്ടുമാറും.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർപ്പിക്കുന്നതിൽ കാര്യമുണ്ട്. ഇതാണ് പ്രവാചകനായിട്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത്. പ്രവാചകൻ, പ്രവചന ദൗത്യമുള്ളവനിൽ എന്തുണ്ട്? കൃപയുണ്ട്. അപ്പോൾ നീ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് എന്തുണ്ടാകണം? കൃപ കൂടെ നീ ചോദിക്കണം. അപ്പോൾ നീ പ്രവാചകനായിട്ട് തന്നെ സ്വീകരിക്കുക. നീ ഇപ്പോൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? പ്രവാചകനെ ആരായിട്ടാ? കണിയാനായിട്ട് സ്വീകരിക്കുക. കാരണം ഇതിനെപ്പറ്റി ഒന്ന് പറയോ? ഇതിനെപ്പറ്റി പറയോ? പലരും ചോദിക്കുമ്പോൾ ഞാൻ പറയും പലക എടുക്കാൻ മറന്നുപോയി. പിന്നെ വാ, കണിയാനായിട്ട് സ്വീകരിക്കുക. പ്രവാചകൻ കവടി നിർത്തി പറയണം, കണിയാനാ. ഇതെങ്ങനെയാകും? ഇതിങ്ങനെ ആകുമോ? പറയാനുള്ളത് പറഞ്ഞു കൊടുക്കും, പക്ഷെ ഗുണമില്ല എന്നുള്ളത് പ്രവാചകർക്കറിയാം. കാരണം എന്താ? പ്രവാചകനിൽ നിന്ന് ഒന്നും വേണ്ട, പ്രവാചകനിൽ നിന്ന് അവൻ്റെ അഭിഷേകത്തിൻ്റെ വിഹിതം സ്വീകരിക്കണം. അതാണ് പ്രവാചകനായിട്ട് സ്വീകരിക്കണമെന്ന് പറയുന്നത്. അവനിലുള്ള അഭിഷേകത്തിൻ്റെ വിഹിതത്തെ ആയിരിക്കണം നീ ലക്ഷ്യം വയ്ക്കേണ്ടത്. എലീഷ ചോദിച്ചതുപോലെ ഇരട്ടി ചോദിക്കണം. സറപ്തായിലേക്ക്, വിധവയിലേക്ക് ഏലിയ കടന്നു ചെന്നപ്പോൾ എന്നേക്കുമായിട്ട് അവളുടെ കാലത്തിൽ മാവ് സെറ്റ് ചെയ്ത് കൊടുത്തു പ്രവാചകൻ. എന്തുകൊണ്ട്? പ്രവാചകൻ്റെ അഭിഷേകത്തിൻ്റെ നിലനിൽപ്പാണ് ആ കാണിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എലിയ എന്ന് പറയുന്ന പ്രവാചകനാകുന്ന കലത്തിലെ മാവ് വറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് അവനെ ഉടലോടെ സ്വീകരിച്ചു. ഭൂമിയിൽ നിന്ന് ഏലിയ സ്വീകരിച്ച ശരീരവും ദൈവത്തിൽ നിന്ന് ഏലിയയിലേക്ക് വന്ന ആത്മാവും രണ്ടും ഒരുമിച്ച് തിരിച്ചുപോയി. എങ്ങോട്ട്? സ്വർഗത്തിലേക്ക്. കർത്താവ് ഏറ്റെടുത്തു. എന്തുകൊണ്ടാണ്? അവൻ അങ്ങനെയായിരുന്നു. നമ്മൾ സ്വീകരിക്കേണ്ട അഭിഷേകം ഏലിയയുടെ അഭിഷേകമാണ്. ഏലിയയുടെ അഭിഷേകം സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. എലീഷ ചോദിച്ചതുപോലെ ഇരട്ടി ചോദിക്കണം. ഒരു പ്രവാചകനെ നിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ ആദ്യം കൊണ്ടുപോയി ഇൻറ്റൻഷൻ കൊണ്ട് ചൊരിഞ്ഞിടല്ലേ. പ്രവാചകനെ നീ പ്രവാചകനായിട്ട് സ്വീകരിക്കുക. അവനിലുള്ള കൃപ നീ അവനോട് ചോദിക്കണം. എനിക്ക് പ്രാർത്ഥിച്ച് മേടിച്ചതാ. കൃപ ചോദിക്കണം. പ്രവാചകനോട് കൃപ ചോദിച്ചിട്ട് നിങ്ങളുടെ നിയോഗങ്ങൾ കൂട്ടിച്ചേർത്ത് വയ്ക്കുക. അവിടെ അഭിഷേകം കടന്നു വരും. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇത് പറഞ്ഞതാരാ? സാവൂളല്ല ഇത് പറഞ്ഞത്, പൗലോസാ പറഞ്ഞത്. സാവൂളിൽ നിന്ന് പൗലോസിലേക്ക് മാറ്റപ്പെട്ടതിന് ശേഷവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിലും നന്മ വസിക്കുന്നില്ല. ഇത്രത്തോളം വിജാതിയുടെ ആത്മാക്കളെ നേടിയ വിശുദ്ധ പൗലോസ് പറയുക എന്നിലും നന്മ വസിക്കുന്നില്ലെന്ന്. പൗലോസിൻ്റെ ഈ ഒരു മാറ്റം നിങ്ങൾ എടുത്തു നോക്കിയോ? മാറ്റം കാണാൻ പറ്റും പൗലോസിൻ്റെ വലിയ 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 മാറ്റങ്ങൾ. അപ്പോൾ ശുശ്രൂഷ ജീവിതത്തിൽ നിൽക്കുമ്പോഴും പൗലോസ് പറയുന്നത് എന്താ? എന്നിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. പക്ഷെ പൗലോസിൽ നിന്ന് കൃപയുടെ ഒഴുക്ക് നിലച്ചിട്ടുമില്ല. അവൻ ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കെ അവൻ സ്വയം തന്നെ വിലയിരുത്തിയത് എന്താ? എന്നിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. ഇതായിരിക്കണം ഒരു വ്യക്തിയുടെ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ മനോഭാവം. പൗലോസിൻ്റെ ഈ മനോഭാവമായിരിക്കണം. എന്നിൽ നന്മയില്ല, അതുകൊണ്ടെന്താ ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കുക. ഞാൻ ഓക്കെയാണെന്ന് പറയുന്നിടത്ത് പരിശ്രമം അവസാനിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എവിടെയെല്ലാം ഓക്കെയാണെന്ന് പറയുന്നുവോ, എൻ്റെ ശരികളെല്ലാം ശരികളായിട്ട് നിൽക്കുന്നുവോ, അവിടെ പരിശ്രമം ഇല്ല. അതെന്നും പിന്നെ അതിനെ കൊണ്ട് പെട്ടി വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ അതിനെ കൊണ്ട് കുഴിച്ചു മൂടിയിട്ടാൽ മതി. കാരണം എല്ലാം ഓക്കെ അല്ലേ. പിന്നെ ഒന്നും നേടാനില്ലല്ലോ, പരിശ്രമിക്കാനുമില്ല, പിന്നെ ഒന്നും നേടിയെടുക്കാനില്ല, പിന്നെ ഒന്നും അധ്വാനിക്കാനില്ല, പിന്നെ ആരെക്കുറിച്ച് ഒരു ആകുലതയില്ല, ഒന്നുമില്ല. കാരണം ഇത് ശരിയാ, എൻ്റെ ശരികളെല്ലാം ശരിയാ. ഇത് ദൈവിക നിന്ദയാ പ്രിയപ്പെട്ടവരെ. ഒരിക്കലും നമ്മൾ പൂർണ്ണരാകില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കണം, പിതാവായ ദൈവമേ, നീ പരിപൂർണനായിരിക്കുന്നത് പോലെ എന്നെ നീ പരിപൂർണനാക്കണം. ഞാൻ പരിപൂർണനാകുന്നത് വരെ പൂർണ്ണമായും ഞാൻ എന്നെ നിനക്ക് സമർപ്പിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. പിതാവായ ദൈവമേ, നീ പരിപൂർണനായിരിക്കുന്നത് പോലെ എന്നെ നീ പരിപൂർണനാക്കണം. ഞാൻ പരിപൂർണനാകുന്നത് വരെ എന്നെ പൂർണ്ണമായും ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചിടുന്നു. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ പരിപൂർണതയിലേക്കുള്ള ട്രാവലിലാണ്, പരിപൂർണതയിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ പരിപൂർണതയിലേക്ക്
നമ്മൾ നടന്നെടുക്കുക. നമ്മൾ വളരെ സ്ലോയാണ് നടക്കുക. ബാക്കിയുള്ള ഇടത്തെല്ലാം നമ്മൾ എക്സ്പ്രസ് വേഗത്തിൽ പോകും. പക്ഷേ പരിപൂർണതയിലേക്ക് നമ്മൾ നടന്നേ പോവുള്ളൂ. അതങ്ങനെയാണ്. ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവം തരുന്നൊരു ആത്മഭാരമാണ്. ശുശ്രൂഷ ജീവിതം എന്ന് പറയുന്നത് കർത്താവായ ദൈവം തരുന്നൊരു ആത്മഭാരമാണ്. ഈ ആത്മഭാരം നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഭാരത്തെ താങ്ങാനുള്ള കെൽപ്പ് നമുക്കുണ്ടാവണം. ഈ ഭാരത്തെ താങ്ങാനുള്ള കെൽപ്പ് നമുക്കില്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകൾ വെറും കളിമണ്ണാണ്. പറ്റിക്കുക നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ നമ്മോട് പ്രാർത്ഥന ചോദിച്ചു വരുന്നവരെ വഞ്ചിക്കുക നമ്മൾ. കാരണം എന്താ? ശുശ്രൂഷയിൽ വെള്ളമുണ്ട്, അതിൻ്റെ മാറ്റ് കുറഞ്ഞിട്ടുണ്ട്. കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കിയത് നമ്മൾ മറന്നു പോകുന്നു പലപ്പോഴും. പക്ഷെ നമ്മളുടെ ശുശ്രൂഷകളിൽ ഇപ്പോഴും വെള്ളമാണ്. വെള്ളം വീഞ്ഞാകുന്നില്ല. സൗള് പൗലോസാകുന്നില്ല. സക്കേവൂസ് മാനസാന്തരപ്പെടുന്നില്ല. കർത്താവ് ഇവിടെ എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഈശോയുണ്ട്. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. ഇപ്പോഴും ലാസർ ജഡമായിട്ട് കുഴിയിൽ തന്നെ കിടക്കുക. ഉയർപ്പിക്കപ്പെട്ട ലാസറിനെ കാണാനില്ല. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉയർപ്പിക്കപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയ. ജഡമായിരുന്ന സൗളിനെ പൗലോസ് എന്ന് പറയുന്ന പുറത്തു വരുമെന്ന ഒറ്റ വാക്കിൽ പൗലോസാക്കി ലാസറാക്കി നിർത്തി. അവൻ്റെ പെങ്ങന്മാർക്ക് അവനെ കൊടുത്തു. 3 ദിവസം ചീഞ്ഞളിഞ്ഞ ലാസറിനെ കർത്താവ് എടുത്ത് ഉയർത്തി. ദുർഗന്ധം വമിക്കും. ഇതാണ് പ്രത്യേകത. ദുർഗന്ധം വമിക്കും. ഒരു പാപം 3 ദിവസത്തിൽ കൂടുതൽ ശുശ്രൂഷകളിൽ നിന്നാൽ ദുർഗന്ധം വമിക്കും, ചെയ്യും. നാട്ടുകാരറിയും, ഉറപ്പാണ്. ഒരു പാപം 3 ദിവസത്തിൽ കൂടുതൽ ശുശ്രൂഷകനിലോ ഏതെങ്കിലും വ്യക്തിയിലോ നിന്നാൽ ദുർഗന്ധം പുറത്തു വരും. ഒരു പാപവും ഇന്ന് ചെയ്ത പാപം വൈകിട്ടത്തേക്കുള്ളിൽ ഇറക്കി വെച്ച് വിശുദ്ധ കുമ്പസാരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദുർഗന്ധം വമിക്കും. ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ഒരു പാപം ചെയ്ത് ആ പാപാവസ്ഥയിലിരിക്കെ വേറൊരു പാപത്തിനു കൂടെ വീണുപോയാൽ അവൻ്റെ ശുശ്രൂഷ ജീവിതത്തിലുള്ള കൃപ നഷ്ടപ്പെടും. പിന്നെ അവനെ കൈവെക്കുമ്പോൾ കൈ മാത്രമേ പൊങ്ങുള്ളൂ, കയ്യിൽ നിന്നൊന്നും പുറപ്പെടില്ല. ഒരു പാപം നീ ചെയ്തിരിക്കെ ഈ പാപത്തോട് കൂടെ ആഡ് ഓൺ ചെയ്യുന്ന പാപങ്ങൾ സാത്താൻ നിനക്കൊരുക്കി വെച്ചിട്ടുണ്ട്. ഓരോ പാപവും ആഡ് ഓൺ ചെയ്ത് ആദ്യത്തെ പാപം ഒരു പില്ലർ കണക്കെ, ഒരു വൃക്ഷം കണക്കെ വളർന്നു വരും. ഒരു പാപം ഞാൻ ചെയ്താൽ ഞാനൊരു കമ്പ് നട്ടിരിക്കുക. വീണ്ടും ഞാൻ ചെയ്യുന്ന പാപങ്ങൾ ഇതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് മാറും. ശുശ്രൂഷ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ആദ്യം ചെയ്ത പാപം ഞാൻ നട്ട കമ്പാണ്. ഈ കമ്പിലേക്ക് ശുശ്രൂഷ ജീവിതത്തിലായിരിക്കെ ഞാൻ ചെയ്യുന്ന ഓരോ പാപങ്ങളും ഇതിന് ബ്രാഞ്ചസ് വെച്ച് പിടിപ്പിക്കുന്ന പ്രോസസ്സാണ്. പിന്നീട് ഈ ബ്രാഞ്ചസ് ഒരു പരിധി കഴിയുമ്പോൾ പിന്നീട് ഞാൻ ചെയ്യുന്ന പാപങ്ങളെല്ലാം ഇതിന് വളമായി ഈ വൃക്ഷം വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കും. ഈ വൃക്ഷത്തിൽ ഞാൻ നേടിയെടുത്ത ആത്മാക്കളെ ഞാൻ കുടിയിരുത്തും. ഈ വൃക്ഷത്തിൽ എൻ്റെ പാപം മൂലം ഞാൻ വെച്ച് പിടിപ്പിച്ച വൃക്ഷത്തിൻ്റെ ഓരോ ബ്രാഞ്ചസിൽ ദൈവം എനിക്ക് തന്ന ഓരോ ആത്മാക്കളെ ഞാൻ പിടിച്ചു കെട്ടിയിടും. ഈ ആത്മാക്കൾ ഒരു കാലത്തും ദൈവത്തിലേക്ക് പ്രവേശിക്കാൻ എൻ്റെ പാപമാകുന്ന ഈ വൃക്ഷം അവരെ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിവേചിച്ചറിയണം ശുശ്രൂഷകനെ വിവേചിച്ചറിയണം. ശുശ്രൂഷകനെ നമ്മൾ കേൾക്കുമ്പോൾ ശുശ്രൂഷകനാണോ? വലിയ അഭിഷേകവും വലിയ സംഭവമൊക്കെ ആയിരിക്കും. വിശ്വസിക്കരുത്. ഉള്ളതുപോലെ തന്നെ പറയാം. വിശ്വസിക്കരുത്. ഒറ്റെണ്ണത്തിന് വിശ്വസിക്കരുത്. ഞങ്ങൾ ശുശ്രൂഷകർ ഒറ്റെണ്ണത്തിന് നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം മറച്ചു പിടിക്കാൻ അറിയാവുന്നവനും കൂടിയാണ് ശുശ്രൂഷകൻ. അവനറിയാം അവന് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന്. നിങ്ങളെന്ത് വേണം? പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. എൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ, കർത്താവേ ഇത് നിൻ്റെ പുത്രനാണോ എന്ന് ചോദിക്കുക. ഈശോ നിങ്ങൾക്ക് തെറ്റായ വഴി പഠിപ്പിച്ച് തരില്ല. വചനമെടുത്ത് വായിക്കുക. ഒരു ശുശ്രൂഷകനെ നീ സമർപ്പിക്കുക. ഈ ശുശ്രൂഷയ്ക്ക് നീ പോകണോ വേണ്ടയോ? വചനമെടുത്ത്, കർത്താവേ ഈ ആത്മാവിനെ പറ്റി നീ എന്നോട് സംസാരിക്കാൻ പറഞ്ഞാൽ വചനം നിങ്ങളോട് നുണ പറയില്ല. ആ വചനത്തിൽ എന്ത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നുവോ പോകാൻ പറഞ്ഞാൽ നീ പോകണം. അവിടെ ദൈവാത്മാവ് ഉണ്ടാവും. പോകരുത് എന്ന് പറഞ്ഞാൽ നീ പോകരുത്. അവിടെ ആത്മാവായിരിക്കില്ല, സാത്താനായിരിക്കും. പക്ഷേ അവിടെ അത്ഭുതങ്ങൾ നടക്കും. അത്ഭുതങ്ങൾ നടക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവിന് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്, സാത്താനും ചെയ്യും.
സാത്താനും ചെയ്യും, സാത്താനും ചെയ്യും. അതുകൊണ്ട് അത്ഭുതങ്ങളല്ല, അടയാളങ്ങളല്ല ദൈവശക്തിയെ വെളിപ്പെടുത്തുന്നത്. ഇതൊന്നുമല്ല, നിത്യജീവനാണ്. ദൈവശക്തിയെ വെളിപ്പെടുത്തുന്നിടത്ത് അനുതാപവും മാനസാന്തരവും നിത്യജീവനും. അവിടെ അത്ഭുതങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കുള്ളൂ. ദൈവശക്തി ഇല്ലാത്തിടത്ത് അത്ഭുതങ്ങളുടെ എണ്ണം കൂടുതലും മാനസാന്തരത്തിൻ്റെ തലം കുറവുമായിരിക്കും. ദൈവശക്തി പ്രവർത്തിക്കുന്നിടത്ത്, ദൈവശക്തി പ്രവർത്തിക്കുന്നത് അത്ഭുതം കാണിക്കാൻ ദൈവശക്തി പുറപ്പെടില്ല. ദൈവശക്തി പുറപ്പെടുന്നതെല്ലാം ആത്മാക്കളെ നേടാനായിട്ടാണ്. ദൈവിക ശക്തി പുറപ്പെടുന്നതെല്ലാം ആത്മാക്കളെ നേടാനായിട്ടാണ്. ദൈവിക ശക്തി പുറപ്പെടുന്നതൊന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനല്ല. ദൈവിക ശക്തി ഇപ്പോൾ ഇവിടെ ഈ ഒരു സമൂഹത്തിലേക്ക് ഒരു ശുശ്രൂഷകരിലൂടെ കർത്താവിൻ്റെ ശക്തി പുറപ്പെടുക. കർത്താവിൻ്റെ ശക്തി ഇവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു ശുശ്രൂഷകനിലൂടെ ദൈവത്തിൻ്റെ ശക്തി ഈ റൂട്ട് അങ്ങോട്ട് പോവുക. ഈ റൂട്ടിൽ ദൈവത്തിൻ്റെ ശക്തി ഒറ്റ ശക്തിയാണ് പുറപ്പെടുന്നത്. കർത്താവിൽ നിന്നൊരു അഭിഷേകം പുറപ്പെടുമ്പോൾ അത് സ്വീകരിക്കുന്ന വ്യക്തികളുടെ മനോഭാവം അനുസരിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യവും വിടുതലും മാനസാന്തരവും ഒരുമിച്ച് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു സ്ഥലത്ത് അത്ഭുതങ്ങൾ മാത്രം നടന്നുകൊണ്ടിരിക്കുക, അതെങ്ങനെ ദൈവശക്തിയാകും? ഒരു സ്ഥലത്ത് അത്ഭുതം മാത്രം, ആര് ചെന്നാലും കാര്യസാധ്യം, ആര് ചെന്നാലും കാര്യസാധ്യം, എപ്പോൾ ചെന്നാലും കാര്യസാധ്യം, അതെങ്ങനെ ദൈവിക ശക്തിയാകും? അല്ല. ദൈവിക ശക്തി ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു ശക്തിയെ പുറപ്പെടുന്നുള്ളൂ. ഇവിടെ നിന്ന് പല ആംഗിളിൽ പല രീതിയിൽ അത് പ്രകടമാകും പല വ്യക്തികളിൽ. എങ്ങനെയായിട്ടാണ്? ചില സ്ഥലത്ത് നിന്ന് കരയുന്നുണ്ടാവും, ചില സ്ഥലത്ത് തല തല്ലി വീഴുന്നുണ്ടാവും, ചില സ്ഥലത്ത് സൗഖ്യം കിട്ടിയെന്ന് ചാടി പറയുന്നുണ്ടാവും. ചില ആൾക്കാർ പുതിയ തീരുമാനങ്ങൾ എടുക്കും. ചിലർ പറയും എനിക്ക് വേണ്ട, എനിക്ക് ദൈവം മാത്രം മതി, എനിക്ക് ഇൻറ്റൻഷൻസ് വേണ്ട എന്ന് പറയും. ഇതാണ് ദൈവിക ശക്തി. പല രീതിയിൽ പല വ്യക്തികളിൽ കസ്റ്റമൈസ് ചെയ്ത് കർത്താവ് തരുന്നതാ. നമ്മൾ അതല്ലെങ്കിലും അതിനെ ഒരു കസ്റ്റമർ കെയർ യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. കർത്താവ് ഇത് തീർന്നു പോയി, അപ്പം തന്നെ വരട്ടെ, സ്വിഗ്ഗിയാ, ഓർഡർ ചെയ്യുന്നത് പോലെ ആമസോണാണ് ശരിക്കും പറഞ്ഞാൽ. കർത്താവിനെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഓർഡർ ചെയ്യും, ഇതില്ല തീർന്നു, ഓർഡർ ചെയ്യും, അപ്പം തന്നെ വരും. വണ്ടി ഓടിച്ച് വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ട് തരുന്ന ഒരു കസ്റ്റമർ കെയർ യൂണിറ്റായിട്ട് തമ്പുരാനെ നമ്മൾ കണ്ടിരിക്കുക. ഇതിൽ നിന്ന് നമ്മളൊരു മാറ്റം, ദൈവശക്തി, അങ്ങനെ നമ്മൾ ദൈവശക്തിയെ കാണുന്നത് അങ്ങനെയാണ്. എനിക്ക് തീരുമ്പോൾ ഓർഡർ ചെയ്താൽ വീട്ടിൻ്റെ മുറ്റത്തെത്തണം. ഇങ്ങനെ നമ്മൾ ദൈവിക ശക്തിയെ കാണരുത്. അങ്ങനെ ദൈവിക ശക്തി പുറപ്പെടില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ ശക്തി ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് ഈ ബലിപീഠത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി ഒറ്റ അഭിഷേകമാണ്. ഈ ഒറ്റ അഭിഷേകം നിനക്ക് മാനസാന്തരം, നിനക്ക് അനുതാപം, നിനക്ക് പശ്ചാത്താപം, നിനക്ക് രോഗസൗഖ്യം, നിനക്ക് വിടുതൽ, നിനക്ക് പൈശാചിക ശക്തികളിൽ നിന്ന് മോചനം പല ആംഗിളിൽ പ്രവർത്തിക്കും. എവിടെയെല്ലാം ശുശ്രൂഷ നടക്കുന്നിടത്ത് ഒരേ ആംഗിളിൽ അത്ഭുതങ്ങൾ മാത്രം, അടയാളങ്ങൾ മാത്രം ദൈവശക്തിയിലൂടെ പുറപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നിടത്ത് അവിടെ ദൈവത്തിൻ്റെ ശക്തി ആയിരിക്കില്ല പുറപ്പെടുന്നത്. അവിടെ ദൈവത്തിൻ്റെ ശക്തി ആയിരിക്കില്ല പുറപ്പെടുന്നത്. അവിടെ പുറപ്പെടുന്ന ശക്തി മറ്റ് പലതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വിവേചിച്ചറിയണം, ഓരോന്നിനെയും വിവേചിച്ചറിയാൻ ആരോടും ചോദിക്കണ്ട. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ, പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. ചില ശുശ്രൂഷകർ, ഒത്തിരി ശുശ്രൂഷകരുടെ അടുത്ത് വരും, ഒത്തിരി പേര് വരും. ഒരുപാട് പേര് വരുമ്പോൾ ഇവരിൽ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് പറയും, ഈശോ പറയും, നീ മിണ്ടരുത്, നീ മിണ്ടരുത്, കുറവൊന്നും പറയരുത്. ശുശ്രൂഷകരോട് ഒരിക്കലും അവൻ്റെ കുറവ് പറയാൻ പറ്റില്ല, പാടില്ല, സമ്മതിച്ച് തരില്ല. അതങ്ങനെയാണ് ഞങ്ങൾ. നോ നോ നോ, ഇതെനിക്കില്ല, ഇതെനിക്ക് അറിയാം, അങ്ങനെ ആ കാരണം കൊണ്ടാണല്ലോ ഇങ്ങനെ നമ്മൾ ഒരു എക്സ്ക്യൂസ് നിരത്തും. എക്സ്ക്യൂസസ് പ്രാർത്ഥിക്കാൻ അറിയാവുന്ന എല്ലാവർക്കും എക്സ്ക്യൂസസ്, കറക്റ്റ് എക്സ്ക്യൂസ് നിരത്താൻ അറിയാം. അപ്പോൾ പരിശുദ്ധാത്മ പറയും, നീ അവൻ്റെ ഒരു കുറവും നീ അവനോട് പറയരുത്. ഞാൻ അവന് ചെയ്തിരിക്കുന്ന നന്മകളും അവനെ ഞാൻ എങ്ങനെ പരിപാലിച്ചു ഇത് മാത്രം നീ കൊടുക്കുക, നീ മുട്ടുകുത്തുക. ഇത് തന്നെ സാധാരണ ജനങ്ങൾ വരുമ്പോൾ നിർത്തിപ്പൊരിക്കാൻ പരിശുദ്ധാത്മാവ് പറയും, നിർത്തിപ്പൊരിക്കും. ചില മേഖലകളിൽ ചില ശുശ്രൂഷകർ വരുമ്പോൾ കർത്താവ് പറയും, ഇതിങ്ങനെ തന്നെ പോകുള്ളൂ എന്ന് ഈശോ പറഞ്ഞാൽ കർത്താവ് പറയും, കെട്ടിയിടാൻ പറയും. കെട്ടിയിട്ടിട്ട് വിടും, അറിയില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന മേഖല ശുശ്രൂഷകരെ സംബന്ധിച്ച്
ശുശ്രൂഷയെ സംബന്ധിച്ച്, ശുശ്രൂഷ വരങ്ങളനുസരിച്ച് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന മേഖലകൾ പലതരത്തിലാണ്. ഇന്ന് യൂത്തിൻ്റെയാണ്, നാളെ വൃദ്ധരുടേതാണ്, നാളെ ദമ്പതികളുടേതാണ്, ചിലപ്പോൾ കോളേജിലാണ്, ചിലപ്പോൾ വേറൊരു സ്ഥലത്താണ്. പല 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 മേഖലകളിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടി വരും. ചിലത് രോഗസൗഖ്യത്തിൻ്റെ മാത്രം മിനിസ്ട്രികളാണ്, ചിലത് വിടുതൽ മാത്രമാണ്. പല മിനിസ്ട്രി ഏൽപ്പിക്കപ്പെടും. എന്തുകൊണ്ട്? തമ്പുരാനിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയുടെ വിവിധത്വത്തെ നമുക്ക് കാണിച്ചു തരാം. ഈ ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെടും. ഈ ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മളിൽ ഈ ശക്തി സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തെ സ്വീകരിക്കുന്ന ജനങ്ങളിലേക്ക് ഈ ശക്തി കടന്നു ചെല്ലുന്ന മനോഭാവം തലങ്ങളിൽ മാറ്റം വരും. തലങ്ങളിൽ മാറ്റം വരും. ഇപ്പം എത്രയോ പേര് ഈ ദിവസങ്ങളിൽ ഇവിടെ കാണാൻ വേണ്ടി വന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങളെല്ലാവരും ഞാൻ ഇന്നത്തോട് കംപ്ലീറ്റ് കണ്ടു തീർത്തു. രാത്രി ഫുൾ നൈറ്റ് നമ്മൾ കണ്ടു തീർത്തതാണ്. ഈ കണ്ടു തീർത്തവരോട് ആരോടും ഞാൻ ചോദിച്ചിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്തോ ഇല്ലയോ. ഇല്ല, ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ ഇതെന്തിനാ ചെയ്തത് എന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഞാനല്ല, പരിശുദ്ധാത്മാവ് ചോദിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, വെളിപ്പെടുത്തി കിട്ടുന്നത് എവിടെ നിന്നാണ്? പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിൽ വെളിപ്പെട്ട് കിട്ടിയത് സംസാരിക്കുന്നത് എതിർവശത്ത് നിൽക്കുന്ന വ്യക്തിക്ക് മാനസാന്തരത്തിനും അനുതാപത്തിനും ഇടവരുത്തുന്നതായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പെടുത്തി കിട്ടുന്നത് എതിർവശത്ത് നിൽക്കുന്ന വ്യക്തിയോട് അത് താക്കീതാണെങ്കിലും അനുഗ്രഹമാണെങ്കിലും അഭിഷേകമാണെങ്കിലും തിന്മയാണെങ്കിലും എന്താണെങ്കിലും അവരോട്, അവർ ചെയ്ത തിന്മയാണെങ്കിലും എന്താണെങ്കിലും അവരോട് പറയുമ്പോൾ അത് അവിടെ വിടുതലിനും കണ്ണുനീരിനും അവിടെ മാനസാന്തരത്തിനും സൗഖ്യത്തിനും ഇടതരും. വെളിപ്പെടുത്തി കിട്ടാത്തത് ഇമാജിൻ ചെയ്ത് പറയുന്നവരുണ്ട് ശുശ്രൂഷകരും. ഇങ്ങനെ ആയിരിക്കും ഇത്. കുറേ ഉപദേശങ്ങൾ വരും അതിനകത്ത്, കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, കുറേ പറയുന്നിടത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടാവില്ല. ഒത്തിരി പറയുന്നിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇത്തിരിയേ ഉണ്ടാവുകയുള്ളൂ. ഇത്തിരി പറയുന്നിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒത്തിരി ഉണ്ടാവും. കാരണം പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുന്നത് വാരിക്കോരി ചൊരിഞ്ഞു തരികയല്ല. നിൻ്റെ അവസ്ഥയനുസരിച്ച് നീ എത്രത്തോളം മാറിയോ ഈ മാറിയ ഗ്യാപ്പിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. നീ വീണ്ടും മാറി, അവിടെയും ഫിൽ ചെയ്യപ്പെടും. നീ വീണ്ടും മാറി, അവിടെയും ഫിൽ ചെയ്യപ്പെടും. നീ ആയിരിക്കുന്ന അവസ്ഥയുടെ മുകളിൽ ഒരു ലെയർ പോലെയല്ല പരിശുദ്ധാത്മാവ് വരുന്നത്. നീ മാറ്റണം. ഇത് മാറ്റി, അവിടെ പരിശുദ്ധാത്മാവ് വന്നു. ഈ ശീലം മാറ്റി, അവിടെ പരിശുദ്ധാത്മാവ് വന്നു. ഇത് മൊത്തം മാറ്റി. ഞാൻ ഇത്രയും ഏരിയ പരിശുദ്ധാത്മാവ് വരുവാൻ ഞാൻ ഒരുക്കിയിട്ടിരിക്കുന്ന ഏരിയയിലേക്ക് പരിശുദ്ധാത്മാവ് വരും. ഞാൻ ഒരുക്കാത്ത ഏരിയയിലേക്ക് പരിശുദ്ധാത്മാവ് വരില്ല. നല്ല നിലത്തെ വിത്ത് മുളയെടുക്കുകയുള്ളൂ. ഹല്ലേലൂയ. പക്ഷേ വിതക്കാരൻ മൊത്തം വിതച്ചിട്ട് പോയി. പാറപ്പുറത്തും വിതച്ചു, വഴിയരികിലും വിതച്ചു, മുൾച്ചെടികൾക്കിടയിലും വിതച്ചു, നല്ല നിലത്തും വിതച്ചു. അവൻ്റെ ഡ്യൂട്ടി ചെയ്തു, അവൻ പോയി. ബാക്കി പാറ മാറ്റി കൊടുക്കേണ്ടതും മുൾച്ചെടി വെട്ടിക്കൊടുക്കേണ്ടതും പ്രിയപ്പെട്ട ദൈവജനമേ, വഴിയരികിലുള്ളത് പെറുക്കി പറമ്പിലേക്ക് ഇടേണ്ടതും നിങ്ങൾ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിലമാണ് ശുശ്രൂഷകൻ്റെ ജീവിതം. കർത്താവ് ഒരുക്കിയ നിലമാണ്. ഈ നിലം അഭിഷേകത്തിൻ്റെ നിലമാക്കി മാറ്റാൻ ശുശ്രൂഷകന് പറ്റും. ഈ നിലം കെട്ടുപോയ കല്ലും കട്ടയും മാത്രമുള്ള കെട്ടുപോയ നിലമാക്കി മാറ്റാനും ശുശ്രൂഷകന് പറ്റും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ. മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ദൈവാത്മാവിൽ നിറഞ്ഞ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിശുദ്ധ പൗലോസ് പറയുന്നു, ഇത്രയേറെ ശുശ്രൂഷ മേഖലകളിൽ നിൽക്കുന്ന വിശുദ്ധ പൗലോസ് പറയുന്നു, എന്നെ ഈ നിയമത്തിൻ്റെ അധീനതയിൽ നിന്ന് ആര് മോചിപ്പിക്കും? അതായത് സ്വയം ഒരു വിടുതൽ ആഗ്രഹിക്കാത്തിടത്ത് ആർക്കും നിന്നെ മോചിപ്പിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഞാൻ ദുർഭകനായ മനുഷ്യൻ. പ്രിയമുള്ളവരെ, സ്വയം വിടുതൽ ആഗ്രഹിക്കാത്തിടത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് സ്വയം വിടുതൽ ആഗ്രഹിക്കാതെ ഒരാൾക്കും അവനെ തിരുത്താൻ പറ്റില്ല. ശുശ്രൂഷകരെ തിരുത്താൻ പറ്റില്ല. പണിയാ, ബുദ്ധിമുട്ടാണ്.
ബുദ്ധിമുട്ടാണ്. നമ്മുടെ പല രൂപതകളും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. രൂപതകളിലുള്ള പ്രശ്നം അവസാനിക്കാത്തതിന് കാരണം ഇത് തന്നെയാണ്. ശുശ്രൂഷകര് ദൈവാനുഭവത്തിൽ നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ കാര്യത്തിൽ ഡിഗ്രി ഉള്ളവരെ തിരുത്താൻ പണിയാണ് പ്രിയപ്പെട്ടവരെ. ഔദ്യോഗികമായിട്ടുള്ള ഡിഗ്രിയും പരിശുദ്ധാത്മാവ് കൊടുത്ത ഡിഗ്രിയും സർട്ടിഫിക്കറ്റോട് കൂടിയ ഡിഗ്രിയും സർട്ടിഫൈ ചെയ്യാത്ത ഡിഗ്രിയും ദൈവിക കാര്യത്തിലുണ്ടോ അവനെ തിരുത്തുന്നതിലും ഭേദം നിങ്ങൾ കുറേ പാറ കൂട്ടിയിട്ടിട്ട് അതെടുത്ത് പെറുക്കി കളയുന്ന ഈ നാറാണത്തെ ഭ്രാന്തൻ്റെ പണിയില്ലേ, അത് ചെയ്യുന്ന ഇതിലും മെച്ചം. നടക്കില്ല, ശുശ്രൂഷകരെ തിരുത്താൻ പറ്റില്ല. എന്തു പറഞ്ഞാലും അവരുടെ ഉള്ളിൽ അവർ ഫോം ചെയ്തിരിക്കുന്ന ഒരു വിശ്വാസ സംഹിത അവരുടേതായിട്ടുള്ളതുണ്ട്. അതങ്ങനെ തന്നെയാണ്. അത് കർത്താവ് ഇടപെടണം. ഒരാൾക്കും ശുശ്രൂഷകരെ തിരുത്താൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും എളിമപ്പെട്ട് തരില്ല. ഞങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും. എളിമപ്പെട്ട് തരില്ല. ആരും ഞങ്ങൾ തിരുത്താൻ നോക്കണം. ഞങ്ങൾ തിരുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് ഞങ്ങളെ തിരുത്താനും നോ, സമ്മതിക്കില്ല. എത്രയേറെ ശുശ്രൂഷകരുടെ ധ്യാനത്തിൽ പോയിട്ടുണ്ട്, എത്രയേറെ. കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് വെളിയിലൊക്കെ ശുശ്രൂഷകരുടെ ധ്യാനങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്, എത്രയേറെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും ക്ലാസ് എടുത്ത് തിരുത്തുകയേ ഞാൻ ചെയ്യുള്ളൂ. കൗൺസിലിങ്ങിൽ തിരുത്താൻ നിൽക്കില്ല, പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങോട്ട് പോരും. അവർക്ക് തെറ്റിനെക്കുറിച്ച് ബോധ്യമുണ്ടോ എന്നുള്ളത് കൗൺസിലിംഗ് നോക്കുമ്പോൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും. തെറ്റിനെക്കുറിച്ച് ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. നിങ്ങളിങ്ങനെ ചെയ്യണം. ഉപദേശത്തിൻ്റെ ഒരു കൊട്ടയമായിട്ട് ചെന്നാൽ ഒറ്റ തട്ട അതുകൊണ്ട് ചെല്ലില്ല, പറയില്ല, പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി മുട്ടുകുത്തും, കരങ്ങൾ വിരിക്കും, ഇത് ചെയ്യും. കാരണം ഉപദേശിക്കാൻ നിന്നാൽ വർക്കൗട്ട് ആവില്ല പ്രിയപ്പെട്ടവരെ. അതാണ് ശുശ്രൂഷ. അത് ശുശ്രൂഷകൻ മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ അപ്പനും അമ്മയും 3 മക്കളുമുണ്ട്. അമ്മ പ്രാർത്ഥിക്കും, അപ്പം പ്രാർത്ഥിക്കും, മക്കളിൽ ഒരെണ്ണം പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥിക്കുന്ന ഈ 4 എണ്ണം ഉണ്ടല്ലോ, കല്ല് പോലത്തെ ഞങ്ങളായിരിക്കുള്ളൂ. തിരുത്താൻ നോക്കി വയ്ക്കുകയോ ഉപദേശിക്കാൻ നോക്കിക്കോ, സമ്മതിച്ചല്ല അവർ. അതങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അഭിഷേകത്തിൻ്റെ ലെവൽ കൂടുന്നതിനോടൊപ്പം സാത്താനും മറ്റൊരു ലെവലിൽ നിന്നെ കൊണ്ടുപോകുന്നുണ്ട്. തിരുത്താൻ ശ്രമിച്ചാൽ ഈ സാത്താൻ്റെ ലെവല് നിൻ്റെ അഭിഷേകത്തിൻ്റെ ലെവലിന് മുകളിൽ വന്നിട്ട് നിന്നോട് എതിരിട്ട് നിൽക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എതിരിട്ട് നിൽക്കും, സമ്മതിച്ചു തരില്ല. ഞാൻ പാപിയാണ് എന്ന് പറയാൻ ശുശ്രൂഷകന് വലിയ ബുദ്ധിമുട്ടാണ്. മറച്ചു വയ്ക്കുന്ന പാപമാണ് ശുശ്രൂഷകന് ഇഷ്ടം. മറച്ചു വയ്ക്കപ്പെടും. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന മേഖലകളിലെല്ലാം പ്രിയപ്പെട്ടവരെ എത്ര നമ്മൾ പറഞ്ഞു കൊടുത്താലും ഇവർ പറയും, ഇല്ല അതിനിങ്ങനൊരു കാരണം ഉണ്ടായി ബ്രദറെ, അതിങ്ങനൊരു വിഷയം ഉണ്ടായി ബ്രദറെ, ഇങ്ങനൊരു സംഭവം ഉണ്ടായി ബ്രോ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ വീണ്ടും പറഞ്ഞു കൊടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും കോട്ട് ചെയ്ത് പറയുമ്പോഴും, വചനം കോട്ട് ചെയ്ത് പറഞ്ഞാലും ഈ വചനം മുഴുവൻ അവർക്ക് ബൈഹാർട്ടാണ്. അതുകൊണ്ട് എന്ത് കോട്ട് ചെയ്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ പ്രവർത്തിക്കേണ്ടത് അവരുടെ ഉള്ളിലുള്ള കല്ല്. ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഞാൻ എത്ര ദുർഭകനായ മനുഷ്യൻ, ആരെന്നെ മോചിപ്പിക്കും? കാരണം വിശുദ്ധ പൗലോസിൽ എന്തവസ്ഥയാണ്, ആ മുള്ള എന്താണെന്നുള്ളത് വിശുദ്ധ പൗലോസിന് വ്യക്തമായിട്ട് അറിയാം. ആ മുള്ള അറിഞ്ഞിരിക്കുകയാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, കർത്താവേ നീ ഇത് എടുത്തു മാറ്റ്. വിശുദ്ധ പൗലോസ് അത് എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം യേശുവിന് കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവേ നീ ഇത് എടുത്തു മാറ്റെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സ്വരം വിശുദ്ധ പൗലോസ് ശ്രവിക്കുകയാണ്, നിനക്കെൻ്റെ കൃപ മതി, നിനക്കെൻ്റെ കൃപ മതി. ഇതാണ് കർത്താവ് പ്രാർത്ഥിക്കുന്ന സകല മനുഷ്യരോടും കർത്താവായ ദൈവം പറയുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ, കൃപ മതി. കൃപയുണ്ടെങ്കിലേ നിന്നിലുള്ള വിലകെട്ട ലോകത്തെ നിർവീര്യമാക്കാൻ നിനക്ക് പറ്റൂ. കൃപയില്ലാത്തിടത്ത് നിന്നിലുള്ള വിലകെട്ടതിനെ നിർവീര്യമാക്കാൻ നിനക്ക് പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിലുള്ളതിനെ വിലകെട്ടതിനെ തിരുത്താൻ നിനക്ക് പറ്റില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ശുശ്രൂഷകർ ചെയ്യുന്ന പാപത്തിന് ഒരു ഡിവൈൻ അവസ്ഥ അവർ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിൽ പ്രാർത്ഥിക്കുന്നവരിൽ, കുടുംബജീവിതങ്ങളിൽ പ്രാർത്ഥനയുള്ള വ്യക്തികളിൽ ചെയ്യുന്ന പാപം അവരതിനെ വിശുദ്ധീകരിക്കാൻ ശ്രമിക്കും. ചില പാപങ്ങൾ ദിവസവും പരിശുദ്ധ ബലിക്ക് പോകുന്ന ഒരു അമ്മയായിരിക്കും, പക്ഷേ ഒരു സ്വഭാവ ദൂഷ്യം ഈ അമ്മയിലുണ്ടായിരിക്കും. അമ്മയ്ക്കതറിയാം, പക്ഷേ അമ്മ അതിനെന്തെടുക്കും, അതിനെ സ്വർഗീയവൽക്കരിച്ച് അവതരിപ്പിക്കുകയുള്ളൂ. കാരണം ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമല്ലേ, അപ്പോൾ അതിനെ സ്വർഗീയവൽക്കരിക്കും. എനിക്കറിയുന്ന പോലെ ഒരു അമ്മയെ. പ്രിയമുള്ള ദൈവജനമേ, അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന തലങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച അവസ്ഥകളെ നിങ്ങൾ നോക്കിക്കാണണേ. ഈ അവസ്ഥകൾ എടുത്തു വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നിൽ നീ വന്നിറങ്ങിയ ഈ നിമിഷം
എന്നിൽ നീ രൂപപ്പെട്ട ഈ നിമിഷം ഞാൻ നിലം പതിച്ച് വീണപ്പോൾ ആകാശത്ത് നിന്നൊരു മിന്നലൊളി എൻ്റെ മേൽ പതിച്ച ഈ നിമിഷം, അന്ന് വന്ന ആ ഒരു നിമിഷത്തെ ഓർത്ത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്നെ നീ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് പിടിച്ച് കയറ്റി ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്താൻ എന്നെ പഠിപ്പിച്ച ഈ നിമിഷം, ആ മുട്ടുകുത്തലിൽ നിന്ന് അനേകം പേരെ മുട്ടുകുത്തിക്കാനുള്ള കൃപ എനിക്ക് നൽകിയ നിമിഷം, ഈ അനേകം പേരെ മുട്ടുകുത്തിച്ചതിന് ശേഷം വീണ്ടും ഞാൻ പാപത്തിലേക്ക് പോയല്ലോ തമ്പുരാനെ, വീണ്ടും ഞാൻ നിന്നെ ഉപേക്ഷിച്ചല്ലോ, നീ എനിക്ക് തന്ന കൃപകളെ ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ, നീ എനിക്ക് തന്ന പ്രാർത്ഥനാ ജീവിതത്തെ ഞാൻ വീണ്ടും കർത്താവെ വീണ്ടും 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 ആ പാപത്തിന് മുകളിൽ അടുത്ത പാപം വെച്ച് പിടിപ്പിച്ച് വലിയൊരു വൃക്ഷം, ശാഖയോടുകൂടിയ വലിയൊരു വൃക്ഷമാക്കി പാപത്തിൻ്റെ വൃക്ഷത്തെ എൻ്റെ പ്രാർത്ഥനയുടെ നടുമുറ്റത്ത് ഞാൻ വെച്ച് പിടിപ്പിച്ചപ്പോൾ ഞാൻ അറിഞ്ഞില്ല കർത്താവെ, ഞാൻ പോകുന്ന പോക്ക് ഈ വൃക്ഷത്തിൻ്റെ വേരോടുകൂടെ ഞാൻ പാതാളത്തിലേക്ക് പോകുക. വേരുമേലിൽ പിടിച്ചാണ് ഞാൻ നിൽക്കുന്നത്, വളരുന്ന ശാഖയിലല്ല ഞാൻ പിടിച്ചിരിക്കുന്നത്, വൃക്ഷത്തിൻ്റെ വേരിൽ പിടിച്ചിരിക്കുക. വേര് വളരുന്നത് പാതാളത്തിലേക്കാണ്, അതോ ഭാഗത്തിലേക്കാണ് വേര് പോകുന്നതെങ്കിൽ ഞാൻ പിടിച്ചിരിക്കുന്നത് വൃക്ഷത്തിൻ്റെ ശിഖരത്തിലല്ല. വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ശിഖരം മുകളിലേക്ക് വളർന്നു പോകുന്നതിന് പകരം ഞാൻ പിടിച്ച പിടുത്തം മാറിപ്പോയി. വൃക്ഷം നട്ടുപിടിപ്പിച്ച ഞാൻ വൃക്ഷത്തിൻ്റെ വേരിലാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വേരെനിക്ക് വളവും വേരെനിക്ക് വെള്ളവും, വേര് മണ്ണിലും ജഡമാകുന്ന മണ്ണിൽ ഈ വേര് വളർന്നു പോകുന്നത് മണ്ണിലേക്കാ. പ്രിയമുള്ള ദൈവജനമേ, നിങ്ങൾ പിടിച്ചിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ശാഖയിലായിരിക്കണം. ശാഖയിൽ പിടിച്ചിട്ടുണ്ടോ? ശാഖ വളരുന്നത് ഉന്നതങ്ങളിലേക്കാണെന്നുള്ളത് മറക്കരുത്. വൃക്ഷത്തിൻ്റെ വേരിൽ നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നല്ല നനവുണ്ട്, നല്ല ഇളക്കമുള്ള മണ്ണായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ വൃക്ഷത്തിൻ്റെ വേരിൽ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം അത് തായ്വേരാണെങ്കിൽ നേരെ അടിയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളർന്നു പോകുന്നതായിട്ട് തോന്നുമെങ്കിലും നിന്റെ പോക്ക് പാതാളത്തിലേക്കാ. വളർന്നു പൊങ്ങുന്നതായിട്ട് നിനക്ക് തോന്നിയാലും നീ പോകുന്ന ഗതി പാതാളത്തിലേക്കായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് ദൈവത്തെ തന്നെയാണെന്നുള്ളത് ഉറപ്പിക്കണേ. നമ്മൾ മുറുകെ പിടിച്ചിട്ടുണ്ട്, എൻ്റെ പിടുത്തം സ്ട്രോങ്ങാ, പക്ഷെ പിടിച്ചത് ഏതിലാണെന്നുള്ളത് ചിന്തിക്കണം. ഞാൻ പിടിച്ചിരിക്കുന്നത് ബലത്തിലാണെങ്കിലും ഞാൻ എവിടെ പിടിച്ചു എന്നുള്ളത് ചിന്തിക്കണം. പ്രാർത്ഥിക്കുന്ന മക്കള് എവിടെ പിടിച്ചു എന്നുള്ളത് ചിന്തിക്കണം. പരിശുദ്ധാത്മാവിനെ തന്നെ പിടിക്കണേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ തന്നെ പിടുത്തം മാറിപ്പോകല്ലേ, പിടുത്തം മാറിപ്പോകരുത്. അഭിഷേകം തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ അഭിഷേകം നിലനിൽക്കേണ്ടതാണ്. ആമേൻ, ഹല്ലേലൂയ. നിലനിൽക്കേണ്ട അഭിഷേകം എന്തിനു വേണ്ടി നിലനിൽക്കണം? അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ നിന്നിൽ നിലനിൽക്കേണ്ട അഭിഷേകത്തെ നീയായിട്ട് തട്ടിക്കളയരുത്. ഒരു പ്രാർത്ഥനാ ചൈതന്യം തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനാ ചൈതന്യത്തിൽ സ്ഥിരമായിട്ട് നിലനിൽക്കാൻ പറ്റണം. നിങ്ങളുടെ നാവ് അടച്ചുപൂട്ടി സൂക്ഷിക്കണം. ശുശ്രൂഷകന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനുള്ളത് നാവാ. അതിനെ അടച്ചു പൂട്ടാത്തിടത്ത് അതിലൂടെ ആയിരിക്കും അരൂപിയുടെ പ്രവർത്തനം വരുന്നത്. കുറച്ച് സംസാരിക്കുക, വളരെ കുറച്ച് മാത്രം സംസാരിക്കുക, വളരെ കുറച്ച് മിതമായ സംഭാഷണം. അത് നിങ്ങൾക്ക് അനുഗ്രഹമേ ആകുള്ളൂ. അമിതഭാഷി നിന്ദ്യനെന്ന് വചനം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. നിന്ദിക്കും, എല്ലാത്തരം കുറ്റം നാവിൽ വെച്ച് തരും സാത്താൻ. നിൻ്റെ അധര കവാടത്തിന് മുന്നിൽ സാത്താനാണ് നിൽക്കുന്നത്. നിൻ്റെ അധര കവാടത്തിന് മുന്നിൽ നിൽക്കുന്ന സാത്താനാണ്. നീ ശപിക്കുമ്പോൾ ഈ സാത്താനെ നീ വർഷിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നീ അനുഗ്രഹിക്കുമ്പോൾ ഈ സാത്താൻ നിൻ്റെ മുന്നിൽ നിർവീര്യമാവും. നിൻ്റെ അധര കവാടത്തിന് മുൻപിൽ നിൽക്കുന്നുണ്ട്. നിൻ്റെ അധരത്തിൽ നിന്ന് വരുന്നതിനെ സ്വീകരിച്ച് അഭിഷേകത്തിൽ നിറയാൻ, അതായത് പരിശുദ്ധാത്മാഭിഷേകത്തിലല്ല, പാപത്തിൻ്റെ അഭിഷേകത്തിൽ നിറയാൻ നിൻ്റെ അധരത്തിൽ വരുന്നത് നോക്കി സാത്താൻ നിൽക്കുക. നിൻ്റെ കുറ്റം പറച്ചിൽ കേൾക്കാൻ സാത്താൻ നിൻ്റെ അധരത്തിന് മുന്നിൽ നിൽക്കുക. നിൻ്റെ മുന്നിലല്ല, നിൻ്റെ അധരത്തിന് മുന്നിൽ. നീ ഇത് അധരത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഇത് സാത്താൻ മിക്സ് ചെയ്തിട്ടേ അപ്പുറത്തേക്ക് പോകത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാർത്ഥന ഒരു ബുക്കിലായിരിക്കുമ്പോൾ അതിന് ഒരു ശക്തിയുമില്ല. വെറും പ്രാർത്ഥനയാണ്. എത്രയും ദയുള്ള മാതാവേ, പരിശുദ്ധമ്മ നമുക്ക് തന്നു. ഈ അമ്മ തന്ന ഈ പ്രാർത്ഥന, വിശുദ്ധ ബർണാദ് വഴി അമ്മ തന്ന ഈ പ്രാർത്ഥന, ഇതൊരു ബുക്കിൽ ഞാൻ എഴുതി വെച്ചിരിക്കുക. ഒരു ഗുണവുമില്ല. ആ പേപ്പർ അവിടെ ഇരിക്കും. ഇത് ഞാൻ കത്തിച്ചാൽ കത്തും, ചുരുട്ടി കൂട്ടിയാൽ ചുരുണ്ട് കൂടും, ഇത് ഞാൻ ചെളിയിലിട്ടാൽ ചെളിയിൽ വീഴും, ഇതിൽ ഞാൻ തുപ്പിയിട്ടാൽ അതിന് ദേഹത്ത് വീഴും. അത് ആ പ്രാർത്ഥന അങ്ങനെ തന്നെ ഇരിക്കും. അത് അക്ഷരങ്ങളാണ്. ഈ പ്രാർത്ഥന
അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എന്നിലേക്ക് ഈ പ്രാർത്ഥന പ്രവേശിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ ഈ പ്രാർത്ഥനയെ ഞാൻ നിക്ഷേപിച്ച് ഈ പ്രാർത്ഥനയിലേക്ക് എന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ പ്രാർത്ഥനയിലേക്ക് കടന്നു വരികയാണ്. ഈ പ്രാർത്ഥനയിലേക്ക് എന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരും. ഞാൻ എന്നിൽ വസിക്കുന്ന ദൈവത്വം ഈ പ്രാർത്ഥനയുമായി ചേരും. അതിനുശേഷം എൻ്റെ അധരം ഈ പ്രാർത്ഥന ചൊല്ലുകയാണ്. എത്രയും ദയയുള്ള മാതാവേ എന്ന് ഞാൻ ചൊല്ലുമ്പോൾ എന്നിലുള്ള ദൈവത്വവും എന്നിലുള്ള പരിശുദ്ധാത്മ അഭിഷേകവുമാണ് പേപ്പറിൽ കാണുന്നതിന് ജീവൻ വെച്ചു വരും. ഇതാണ് പ്രാർത്ഥനാ ജീവിതം. ഈ ജീവനില്ലാത്ത പ്രാർത്ഥന നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവുമില്ല. പ്രാർത്ഥനകൾക്ക് ജീവനുണ്ടാകണം. പ്രാർത്ഥന വായിക്കുന്നത് കടലാസിലേതും, പ്രാർത്ഥന ചൊല്ലുന്നത് അധരവും, പ്രാർത്ഥിക്കുന്നത് ആത്മാവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന വായിക്കുന്നത് കടലാസിലേതും, അത് നമ്മൾ പേപ്പറും ന്യൂസ് പേപ്പറും മാസികകളൊക്കെ വായിക്കുന്ന പോലെ, പ്രാർത്ഥന ചൊല്ലുന്നത് അധരമാണ്, അത് മാനുഷികതയാണ്. പ്രാർത്ഥിക്കുന്നതാണ് ആത്മാവ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നത് ആത്മാവാണ്. പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ പലതും വായിക്കുകയും ചൊല്ലുകയുമാണ് ചെയ്യുന്നത്. ആത്മാവിനെ തിരിച്ചറിയാതെ പ്രാർത്ഥന വായിച്ചാൽ അത് അക്ഷരങ്ങളെ ആകുള്ളൂ. പ്രാർത്ഥനകളിൽ ആത്മാവിനെ തിരിച്ചറിയണമെങ്കിൽ വായിക്കുന്ന വ്യക്തിയുടെ അന്തരാത്മാവിൻ്റെ പ്രവർത്തനം അനുസരിച്ചാണ് പ്രാർത്ഥനകൾക്ക് ജീവനും ഓജസ്സും ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ അക്ഷരങ്ങളാണ്. ഒരു ന്യൂസ് പേപ്പറിലുള്ള ഒരു കോളം നിങ്ങൾ വായിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് എന്ത് കിട്ടും? ഇൻഫോർമേറ്റീവ്, അത് അറിവ് കിട്ടും. കാരണം ന്യൂസ് എന്ന് പറയുന്ന അവസ്ഥയാണ്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, 4 വശത്ത് നിന്നുള്ള അറിവുകൾ ഒന്നിച്ചൊരു പേപ്പറിൽ വരുന്നത് ന്യൂസ് പേപ്പറായി. ഈ ന്യൂസിനെ നീ ഉരുവിടുമ്പോൾ കേൾക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അത് ഇൻഫോർമേറ്റീവാണ്. അതിനകത്തൊരു അറിവുണ്ട്. കൊള്ളാം, ഇത് ഇവിടത്തെയാണ്. ഇത് കേൾക്കുമ്പോൾ ആസ്വാദ്യം തോന്നും. ഇത് തന്നെ സ്പിരിച്വലി ദൈവം തരുന്ന ഒരു ന്യൂസുണ്ട്. നിൻ്റെ ഇടത്തും വലത്തും നിൻ്റെ മുന്നിലും പുറകിലും നിൽക്കുന്ന അരൂപികളെക്കുറിച്ച് ദൈവം തരുന്ന താക്കീതുകളാകുന്ന ന്യൂസ്. ഈ ന്യൂസിനെ വിളിക്കുന്ന പേരാണ് പ്രവചനം. ഈ പ്രവചനം പ്രവാചകരിലൂടെ ഓൾറെഡി തന്നു. വെളിപാടിൻ്റെ ഗ്രന്ഥത്തിലൂടെ പാത്മോസിൽ വെച്ച് വിശുദ്ധ യോഹന്നാനിലൂടെ നൽകപ്പെട്ട പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ കാലഘട്ടമാണ്. ബൈബിളിൽ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെളിപാടിൻ്റെ ഗ്രന്ഥമാണ്. ബൈബിളിലുള്ള ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് വെളിപാടിൻ്റെ അക്ഷരങ്ങളാണ്. ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞു. ന്യൂസ് പേപ്പറാകുന്ന വെളിപാടിലുള്ളത് സംഭവിക്കാനിരിക്കുന്നതാണ്. ഈ ന്യൂസ് പേപ്പർ ദിവസവും നിങ്ങൾ വായിച്ചാൽ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്തിലുള്ള സകല ന്യൂസും നിനക്ക് കിട്ടും. ഓരോ ദിവസവും ഈ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഓരോ ഇൻഫോർമേഷനാണ് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ന്യൂസിലൂടെ. നീ ആയിരിക്കുന്ന അവസ്ഥയിലെ കുറിച്ചുള്ള ന്യൂസ് നിനക്ക് കിട്ടണമോ? വെളിപാടിൻ്റെ പുസ്തകം വായിച്ചാൽ മതി, കൃത്യം കിട്ടും, കറക്റ്റ് പറയും. ഈ ന്യൂസ് പേപ്പർ നീ വായിക്കുമ്പോൾ ഈ വായിക്കുന്ന ന്യൂസ് നീ അധരത്തിലൂടെ ഉറക്കെ ഈ ന്യൂസ് നീ വായിക്കണം. വെളിപാടിൻ്റെ ഗ്രന്ഥം വായിക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ നടക്കാനിരിക്കുന്ന സംഭവങ്ങൾ, നടത്താനിരിക്കുന്ന ലോകാരൂപികൾ നിനക്ക് ചുറ്റും നിൽക്കും. ശുശ്രൂഷകന് ചുറ്റും ലോകാരൂപികളുണ്ട്. പ്രവചന ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന വരാനിരിക്കുന്ന വിപത്തുകൾ എന്തെല്ലാമുണ്ടോ, ഈ വിപത്തുകൾ വരുത്താനിരിക്കുന്ന അരൂപികൾ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശുശ്രൂഷകന് ചുറ്റുമാണ്. കാരണം അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്ലാനിങ്ങിനെ തകർക്കുന്ന വ്യക്തിയാണ് ശുശ്രൂഷകൻ. അതുകൊണ്ട് ഈ ന്യൂസ് ഇവന് ചുറ്റും എപ്പോഴും ഉണ്ടാകും, ഈ അരൂപികൾ. കാരണം ഇവൻ വീണാലേ ഈ അരൂപികളുടെ പ്രവർത്തനം സ്മൂത്തായിട്ട് പോകുള്ളൂ. അതുകൊണ്ട് ഈ അരൂപികളെ കാണണമെങ്കിൽ ശുശ്രൂഷകൻ്റെ ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും. ഈ ശുശ്രൂഷകൻ 4 വശത്തേക്കും അമ്പെയ്യണം. ഈ 4 വശത്തേക്കും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പ് എയ്യണം. ഈ 4 വശത്തേക്കും വിശുദ്ധ ഗീവർഗീസിൻ്റെ കുന്തം എറിയണം. ഈ 4 വശത്തേക്കും വിശുദ്ധ മിഖായേലിൻ്റെ വാളൂരി വെട്ടണം. ഈ 4 വശത്തേക്കും കർത്താവിൻ്റെ തിരുശരീരത്തിലെ മുൾമുടി കൊണ്ട് ചാട്ടമാറ് വീശണം. ഈ 4 വശത്തേക്കും പരിശുദ്ധമ്മയുടെ ജപമാലയെടുത്ത് ചുഴറ്റി എറിയണം. ഈ 4 വശത്തേക്കും കുരിശെടുത്ത് വീശണം. ഈ 4 വശത്തേക്കും സകല വിശുദ്ധരെ നിങ്ങൾ അയക്കണം.
ഇത് എന്നിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, ഈ ന്യൂസ് എന്നിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അത് വചനമാകുന്നു, അത് പ്രവചനമാകുന്നു. വചനം പ്രവചനമാകുന്നിടത്ത് അഭിഷേകം നിറയും. ആമേൻ, ഹല്ലേലൂയ. എവിടെയെല്ലാം വചനം പ്രവചനമാകുന്നുവോ അവിടെ അഭിഷേകമുണ്ട്. വചനം പ്രവചനമാകുന്നിടത്ത് ഒരുക്കപ്പെടലുണ്ട്. വചനം പ്രവചനമാകുന്നിടത്ത് മറ്റുള്ളവർ മാനസാന്തരത്തിലേക്കും പോകും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പ്രവചനമാകും, വചനം മാംസം ധരിക്കും, വചനം ജീവനാകും. നിങ്ങളെ സംബന്ധിച്ച് വചനം എന്താണ്? പ്രവചനമാണോ? വചനം മാംസം ധരിച്ചോ? വചനം ജീവനായോ? നിങ്ങൾ ചിന്തിക്കുക. ഈ വചനം ന്യൂസായി നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ചുറ്റും നിൽക്കുന്ന തിന്മയുടെ ശക്തികൾ ഭയന്ന് നിലവിളിച്ച് അലറിക്കരഞ്ഞ് നിങ്ങളെ വിട്ടോടും. കാരണം അതവർക്ക് കൂടമെടുത്തടിക്കുന്ന പ്രഹരമേൽക്കുന്നതിന് തുല്യമാണത്. ശുശ്രൂഷ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിന്ന വ്യക്തി, ശുശ്രൂഷയിൽ നിലനിൽക്കുന്ന വ്യക്തി, ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ വിളി ലഭിച്ച വ്യക്തി, ഇവർക്ക് ചുറ്റും വെളിപാടിൻ്റെ ഗ്രന്ഥത്തിലുള്ള സകല രൂപികളും ഉണ്ടാവും. മറ്റൊന്നുമല്ല, ഇവരെ ഈ ശുശ്രൂഷയിൽ നിന്ന് പുറത്തിറക്കിയാലേ വെളിപാടിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന വെളിപാടുകൾ നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ നടക്കണമെങ്കിൽ ശുശ്രൂഷകൻ്റെ അഭിഷേകം കെട്ടുപോകണം. ശുശ്രൂഷകൻ്റെ അഭിഷേകം കെട്ടുപോകാത്തിടത്ത് വെളിപാടിൽ എഴുതിയിരിക്കുന്ന വെളിപാടുകൾക്ക് അതിൻ്റെ കാഠിന്യം കുറക്കാൻ ദൈവം ഈ ഭൂമിയിൽ നിയോഗിച്ചിരിക്കുന്നവരാണ് ശുശ്രൂഷകർ. സാത്താൻ അതിൻ്റെ കാഠിന്യം കുറക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അവൻ എന്തെടുക്കും? ശുശ്രൂഷകൻ്റെ അഭിഷേകത്തെ തല്ലിക്കെടുത്താൻ ശ്രമിക്കും. പരിശുദ്ധ കുർബാനയെ ബ്ലോക്ക് ചെയ്യും. ഏത് ദേശത്ത് തിന്മ വരണമോ ആ ദേശത്തെ പരിശുദ്ധ ബലി അവൻ അടച്ചു പൂട്ടും. ബലിപീഠം തട്ടിമറിച്ചിടും. ബലിയർപ്പകരെ അവൻ ചിതറിക്കും. ചിതറിയോടും, 4 വശത്തേക്ക് ചിതറിയോടും. ഒറ്റ ശരീരമാകുന്നതിനെ മുറിച്ചു മാറ്റി പല ശരീരങ്ങളാക്കി മാറ്റും. സഭയിൽ ഭിന്നിപ്പുകളെ സൃഷ്ടിക്കും. മറ്റ് സഭ പ്രഘോഷിക്കുന്നതെല്ലാം സത്യമാണെന്നുള്ള മിഥ്യാബോധം സഭാ മക്കൾക്ക് നൽകും. അവിടെ പ്രസംഗിക്കുന്നതിൽ എന്തോ ജീവനുണ്ടെന്ന് നമുക്കൊരു തോന്നൽ വരും. ഇതെല്ലാം തരുന്ന അരൂപി ശുശ്രൂഷയിൽ നിൽക്കുന്ന വ്യക്തിക്ക് ചുറ്റുമുണ്ട്. കാരണം ഇവൻ വീഴണം, ഇവൻ വീണാലേ എൻ്റെ കാര്യം നടക്കുള്ളൂ. ഇവൻ്റെ കൂടെ യേശുനാമത്തിൻ്റെ ശക്തിയുണ്ട്, ഇവൻ്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ടെന്ന് തോന്നുന്നിടത്ത് സാത്താന് നിലനിൽപ്പില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ഒരു കൃപ, ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടേതോ, ഒരു മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള ഒരു അധ്യാപനത്തിൻ്റേതോ എന്തെങ്കിലും ഒരു കൃപ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോ, നിങ്ങളെ വീഴിക്കാൻ ശ്രമിക്കുന്ന അരൂപി നിങ്ങളെക്കാൾ 1000 മടങ്ങ് വലിയ അരൂപിയാണ് നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നത്. നിങ്ങളതിന് ഉള്ളിൽ, അതിന് നടുക്ക് നിൽക്കുന്ന വെറും സാധാ ഒരു കുഞ്ഞാട് നിൽക്കുന്ന പോലെ, ഒരു വലിയ മൃഗങ്ങൾക്ക് ചുറ്റും ഒരു കുഞ്ഞാട് നിൽക്കുന്ന നിൽപ്പാണ് ഞാൻ കാണുന്നത്. 4 വശത്ത് ആക്രോശിച്ച് നിൽക്കുന്ന വേട്ടനായ്ക്കളാണ്. ഈ വേട്ടനായ്ക്കൾ നമുക്ക് ചുറ്റും നിൽക്കും. പ്രിയപ്പെട്ടവരെ, ഈ വേട്ടനായ്ക്കളുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവർക്ക് ക്ഷീണം വരില്ല. വേട്ടമൃഗത്തിന് ക്ഷീണമില്ല. അതിൻ്റെ എനർജി എന്താണ്? ഇരയാണ് വേട്ടമൃഗത്തിൻ്റെ എനർജി. ഇരയുള്ളിടത്തോളം കാലം വേട്ടമൃഗം കിതക്കില്ല, അതിന് അണപ്പ് വരില്ല. ഇരയെ കണ്ട വേട്ടമൃഗത്തിന് എത്ര ഓടിയാലും അണപ്പ് വരില്ല, കിതക്കില്ല. ഇരയെ പിടിക്കുവോളം അത് കിതക്കത്തില്ല. അല്ലാതെ ഈ വേട്ടമൃഗത്തിനെ ഒന്ന് ഓടിച്ചു നോക്കും, അത് കിതച്ച് നിൽക്കും. പക്ഷേ ഇരയെ കണ്ട വേട്ടമൃഗം ഒരിക്കലും ഓടുന്ന ഓട്ടത്തിൽ കിതച്ച് പരാജയപ്പെട്ട് മാറിയിരിക്കില്ല. ഇരയെ പിടിക്കുവോളം അതിൻ്റെ കിതപ്പ്, അതിൻ്റെ അണപ്പുണ്ടാവില്ല. അത് ഓടിക്കൊണ്ടിരിക്കും. എത്ര വേണമെങ്കിലും ഏത് മലമുകളിലും ഈ ഒരു കിതപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റും നിൽക്കുന്ന അരൂപിക്ക് മുന്നിൽ നിൽക്കുന്ന നമുക്ക് ഈ കിതപ്പുണ്ട്, പക്ഷേ അരൂപികൾക്ക് ഈ കിതപ്പില്ല. അതുകൊണ്ട് നിങ്ങൾ വേട്ടമൃഗമാകണം, ഇര പിശാചാകണം. എങ്കിലേ നിങ്ങൾക്ക് അണപ്പില്ലാതെ ഓടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഓട്ടത്തിൽ നിങ്ങൾക്ക് ക്ഷീണവും തളർച്ചയും വരും. ഓടാൻ തോന്നത്തില്ല. ഞാൻ ഇനി തീരുക, എനിക്കിനി ഇത്രയൊക്കെ പറ്റുള്ളൂ, ഇനി ആരെങ്കിലും ചെയ്യട്ടെ. ഇത് ശുശ്രൂഷ ജീവിതമല്ല. ഓടണം. എഴുന്നേക്കാൻ പറ്റില്ലേ? അവിടെ കിടന്ന് പ്രഘോഷിക്കണം. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, വടിയിൽ കുത്തിപ്പിടിച്ച് എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ നാമം പ്രഘോഷിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പാപം നിന്നെ പടുകുഴിയിലേക്ക് ഇട്ടിട്ടുണ്ടോ? ആ പടുകുഴിയിൽ
നിന്ന് പിടിച്ചു കയറാനുള്ള പിടിവള്ളിയാണ് പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണകൾ. ആ പിടിവള്ളിയിൽ പിടിച്ച് കയറി വീണ്ടും പ്രഘോഷിക്കണം. വീണെടുത്ത് കിടക്കരുത്. വീണു പോയിട്ടുണ്ടോ? വീഴ്ത്തിയവൻ സാത്താന. അവനെ നീ വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് അവൻ്റെ തല പ്രഹരിക്കണം. അവനെ നീ അടിച്ചു വീഴ്ത്തണം. പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നെ പുറകോട്ട് വലിക്കുന്ന ബന്ധങ്ങൾ ഉപേക്ഷിക്കണം. പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നെ പുറകോട്ട് വലിക്കുന്ന ശീലങ്ങൾ ഉപേക്ഷിക്കണം. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ബന്ധങ്ങളുടെ എണ്ണം കൂടും. പ്രിയപ്പെട്ടവരെ, ഓർത്തിരുന്നോ, ശുശ്രൂഷകനെ സംബന്ധിച്ച് വ്യക്തി ബന്ധങ്ങൾ കൂട്ടിക്കൊടുക്കും പിശാച്. സുഹൃത്ത് ബന്ധങ്ങൾ കൂട്ടിക്കൊടുക്കും. മറ്റു പല ബന്ധങ്ങളും കൂട്ടിക്കൊടുക്കും. കൊടുക്കുന്ന ബന്ധങ്ങളിൽ നീ വീണു പോകല്ലേ. ചില ആശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ചില വ്യക്തികൾ നിന്നെ സമീപിക്കും. പോകരുത്, പോകരുത്. പരിശുദ്ധാത്മാവ് പറയുന്നു പോകരുത്. ചില മേഖലകളിൽ നിന്നെ ശുശ്രൂഷയ്ക്ക് വിളിക്കും. എനിക്ക് ഇത്രയുമാ, ഒന്ന് വന്ന് പ്രാർത്ഥിക്ക്. പോകരുത്, പോകരുത്. ഈശോ പറയുന്നു ചില ഇടത്തെല്ലാം നിനക്ക് കെണി ഒരുക്കി വെച്ചിട്ട് തളർന്നു കിടക്കുന്ന അരൂപികൾ നിന്നെ വിളിച്ചു വരുത്തും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പോകരുത്. തളർച്ച അഭിനയമായിരിക്കും. നീ ചെന്ന് പെടും. നീ ഇരയാകരുത്. നീ വേട്ടക്കാരനാകണം. ശുശ്രൂഷകര് ഇരയാകുന്ന കാലഘട്ടമാണിത്. ശുശ്രൂഷകർ 1 by 1 ആയിട്ട് വീണുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അഭിഷേകം തലകുത്തി വീഴുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന പ്രാർത്ഥനാ ചൈതന്യം കെട്ടുപോകാൻ സമ്മതിക്കരുത്. ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചാലും ഇല്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തെ തല്ലിക്കെടുത്തല്ലേ. ദൈവം തന്നിരിക്കുന്ന പ്രാർത്ഥനാ ചൈതന്യത്തെ തല്ലിക്കെടുത്തല്ലേ. കാരണം അനേകം ആത്മാക്കളുടെ വിഹിതമാണ് നിന്റെ പ്രാർത്ഥനാ ജീവിതം. അനേകം ആത്മാക്കളുടെ രക്ഷയാണ് നിന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന അഭിഷേകം. കെട്ടുപോകല്ലേ. കെട്ടുപോയാലും അതിനൊരു കനല് അവിടെ ഉണ്ടാകും. അത് നീ ഊതി കത്തിച്ചെടുക്കണം. വിറകാകണം. പരിശുദ്ധാത്മാവ് അഗ്നിയാണെങ്കിൽ ശുശ്രൂഷകൻ വിറകായിട്ട് മാറി. കത്തി പിടിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നനഞ്ഞ വിറകോളം നീ ഇങ്ങനെ കിടക്കും. മറ്റുള്ളവർ നിന്നെ നോക്കി പരിഹസിക്കുന്നത് നീ കാണേണ്ടി വരും. മറ്റുള്ളവർ നിന്നെ നോക്കി നിന്ദിക്കുന്നത് നീ കാണേണ്ടി വരും. ഈശോ പറയുന്നു നിന്നോട്, നീ തീ പിടിക്കണം. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷകനെ സംബന്ധിച്ച് ക്ഷീണമില്ല. ശുശ്രൂഷകനെ സംബന്ധിച്ച് രോഗമില്ല. ശുശ്രൂഷകനെ സംബന്ധിച്ച് ക്യാൻസറില്ല, ട്യൂമറില്ല, ഒന്നുമില്ല. ഇതെല്ലാം അവനുണ്ടായിരിക്കേ അതിന് നടുവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവൻ്റെ പേരാണ് ശുശ്രൂഷകൻ. ഹല്ലേലൂയ. എന്നിട്ട് നിൽക്കാം നമുക്ക്.